ദുആന്റെ നാട്ടിലെ നമ്മളുള്ള തന്നെ. എന്നിട്ടും ഞാൻ അങ്ങനെ തന്നെ ആയിപ്പോയല്ല റബ്ബേ. എന്താ പ്രശ്നം? ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് മനസ്സിലാകാത്തതാണ് പ്രശ്നം. നിഅമത്തും റഹ്മത്തും ബർക്കത്തും ഒന്നും മനസ്സിലാകാത്ത പോലെ ഇജാബത്തും മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം തരാം. ഉദൂനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളി, ഞാൻ ഉത്തരം തരാന്ന് പറഞ്ഞിട്ടുള്ളത് ഞമ്മക്ക് തോന്നുമ്പോന്നല്ല, അള്ളാഹ്ക്ക് തോന്നുമ്പോന്നാണ്. നമ്മൾ എന്താ അർത്ഥം വെച്ചത്? ഞമ്മക്ക് തോന്നുമ്പോന്ന് അർത്ഥം വെച്ചു. അതാ പ്രശ്നം. ഞമ്മക്ക് തോന്നുമ്പോ ഉത്തരം തരാന്നല്ല, അള്ളാഹുവിന് തോന്നുമ്പോൾ ഉത്തരം തരാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഉത്തരം കിട്ടും. അള്ളാഹ്ക്ക് തോന്നുമ്പോഴേ കിട്ടും. എല്ലാ ദുആക്കും ഉത്തരം കിട്ടും. തരാനില്ലാത്ത ഒരാളോടല്ലല്ലോ ചോദിക്കണത്, തരാൻ മടിയുള്ള ഒരാളോടും അല്ല ചോദിക്കണത്, തന്നാ കുറയണ ഒരാളോടും അല്ല ചോദിക്കണത്. ചോദിച്ച് കിട്ടിയാ മതി തരായിരുന്നു എന്ന് കരുതണ അള്ളാഹിനോടാണ് ചോദിക്കണത്. ചോദിച്ചോളീന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഏഴാനാകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് കിട്ടാതിരിക്കൂല. മാലം യുഗർഗിർ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ നേരം വൈകി എന്ന് അല്ലാഹു തആല പറയില്ല. എന്തേ ഇന്നലെ ചോദിക്കാഞ്ഞത് എന്ന് അല്ലാഹ് പറയില്ല. അരമണിക്കൂർ മുമ്പ് പറഞ്ഞിക്കാണെങ്കിൽ പല വജ്ജുണ്ടായിരുന്നു എന്ന് അല്ലാഹ് പറയില്ല. മാലം യുഗർഗിർ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ എത്തിയാ പറയും. അതുവരെയും പറയില്ല. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതയാണ്. പടച്ചവന് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ. അതുകൊണ്ട് ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കിട്ടുമെന്ന് ഉറപ്പിച്ച് ചോദിക്കുക എന്നത് ദുആയുടെ 10 നിബന്ധനകളിൽപ്പെട്ട ഒന്നാണ്. കിട്ടുവയ്ക്കാരെന്ന് കരുതി ചോദിക്കാൻ പാടില്ല, കിട്ടുമെന്ന് ഉറപ്പിച്ച് ചോദിക്കണം. കാരണം തരാന്ന് പറഞ്ഞ ആളോടല്ലേ ചോദിക്കണേ. തരാന്ന് പറഞ്ഞ അവിടെ ചോദിക്കുമ്പോ പിന്നെ കിട്ടുമെന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ എന്താ നമുക്ക്? ചരിത്രത്തിൽ ആദ്യമായി അല്ലാഹുവേ എന്റെ മക്കളെ ശൈത്താനെ തൊട്ട് കാക്കണേന്ന് തോരുന്നത് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയായ ഹന്നത്ത് ബീവിയാണ്. മക്കളെ നന്നാക്കണേന്ന് നമ്മളൊക്കെ തോർക്കലുണ്ട്, സ്വാലിഹാക്കണേന്നൊക്കെ, ഉപകാരമുള്ള മക്കളാക്കണേന്ന്. ശൈത്താനെ തൊട്ട് കാക്കണേന്ന് തോർക്കലില്ല. അത് തോരുന്നത് ഹന്നത്ത് ബീവിയാണ്. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മാതാവ് ഹന്നത്ത് ബീവി ദുആ ചെയ്തു, അല്ലാഹുവേ ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ സന്താന പരമ്പരയെയും ചെക്കുത്താനെ തൊട്ട് നീ കാക്കണേ റബ്ബേ എന്ന് തോർന്നു. പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ വലതേ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ ഈ ആയത്തും ഓതിക്കൊടുക്കൽ സുന്നത്തുണ്ടെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ശൈത്താനൊരു പ്രത്യേകത ഉണ്ട്. ആരെങ്കിലും ആട്ടിയതുകൊണ്ട് ശൈത്താൻ പോവില്ല, ഓൻ ആട്ടിയാൽ തന്നെ പോവുള്ളൂ എന്നുള്ളതാണ്. ഒരാട്ടൽ എവിടെ നടക്കുന്നുണ്ട് എന്ന് എഴുതിയിട്ടൊന്നും ചെയ്ത്താൻ പോവില്ല. അങ്ങോട്ട് പോകണ്ട, അവിടെ ഭയങ്കര ആട്ടലുണ്ട്, അവിടെ ഒന്നും ചെയ്ത്താൻ പോവില്ല. ചെയ്ത്താൻ പോകണമെങ്കിൽ എന്ത് വേണം? ഓനെ തന്നെ ആട്ടണം, എന്നാലേ പോവുള്ളൂ. അപ്പൊ എവിടെങ്കിലും ഒരു ആട്ടൽ നടന്നുകൊണ്ട് കാര്യമില്ല, ഓനാട്ടണം. അള്ളാഹു നമ്മളെ തൊട്ട് ശൈത്താനെ കാത്തുരക്ഷിക്കട്ടെ, ശൈത്താനെ തൊട്ട് നമ്മളെയും കാത്തുരക്ഷിക്കട്ടെ. രണ്ടും വേണം, രണ്ടും വേണ്ട തന്നെയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ശൈത്താന് ഏറ്റവും പേടിയുള്ള വചനം അല്ലാഹു എന്ന വചനമാണ്. അഊദു ബി അല്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതുകൊണ്ട് ഉമ്മയിൽ നിന്ന് കുട്ടി പഠിക്കേണ്ട വാക്കാണ് അല്ലാഹ് എന്ന വാക്ക്.
നിരന്തരം പഠിപ്പിക്കണം. കോണി കയറുമ്പോ ഓരോ ചവിട്ടടിയും കയറുമ്പോ അല്ലാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കയറുകയാണെങ്കിൽ കുട്ടി അങ്ങനെ കയറും. ലോകത്ത് നടക്കുന്നത് മൊത്തം അനുകരണങ്ങളാണ്. ലോകത്ത് മൊത്തം അനുകരണമാണ്. അനുകരണം അല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല, ഒന്നുമില്ല. ഭർത്താവ് ഭാര്യയെ അനുകരിക്കുന്നു, ഭാര്യ ഭർത്താവിനെ അനുകരിക്കുന്നു. പെൺകുട്ടികൾ ഉമ്മയെ അനുകരിക്കുന്നു, പെൺകുട്ടികൾ ഉപ്പയെ അനുകരിക്കുന്നു. ആൺകുട്ടികൾ ഉമ്മയെ അനുകരിക്കുന്നു, ആൺകുട്ടികൾ ഉപ്പയെ അനുകരിക്കുന്നു. കുട്ടികൾ ഫോൺ ചെയ്യുന്നത് വാപ്പ ഫോൺ ചെയ്യുന്നത് കേട്ടിട്ടാണ്. വാപ്പ ഫോൺ ചെയ്യുമ്പോൾ എന്താണോ പറയണത് അതാണ് കുട്ടിയും ഫോൺ ചെയ്യുമ്പോൾ പറയാ. പെരയിലുണ്ടായിട്ടു ഇല്ല എന്ന് പറഞ്ഞത് വാപ്പ പറഞ്ഞത് കുട്ടി കേട്ടാല് കുട്ടി അങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ പറയുള്ളൂ. ചെറിയ കുട്ടികൾ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയില്ലേ, അത് വാപ്പ പറഞ്ഞ കേട്ടാണ്. അത് വാപ്പ പറഞ്ഞ കേട്ടതാണ്. ജന്മന ഒരു മനുഷ്യന് കളവ് പറയാൻ കഴിയില്ല. നമുക്ക് ആർക്കും കഴിയില്ല, ഒരു കുട്ടിക്കും കഴിയില്ല ജന്മന കളവ് പറയാൻ. കളവ് പറയാൻ വാപ്പ പഠിപ്പിക്കുന്നതാണ്, ഉമ്മ പഠിപ്പിക്കുന്നതാണ്. ഉമ്മ ആദ്യമായിട്ട് വാപ്പാനോട് കളവ് പറയും. കുട്ടിക്കറിയാം ആ പറഞ്ഞത് കളവാണെന്ന്, ഇങ്ങനെയാണ് പറയേണ്ടതെന്ന്. അപ്പോൾ കുട്ടി മനസ്സിലാക്കും. സത്യം പറയാൻ പഠിക്കേണ്ടതില്ല, ജന്മസിദ്ധ ഗുണമാണ്. കളവ് പറയാനാ പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് വക്കീലാവാൻ പഠിക്കേണ്ടായത്. സത്യം പറയാൻ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും അങ്ങനെയെന്ന് ഞാൻ പറയണമെന്നില്ല, മൊത്തം ആക്ഷേപിക്കാൻ പാടില്ല എന്ന്. വക്കീലാവാൻ നല്ല പഠിക്കേണ്ടി വന്നു. സത്യം പറയാൻ പഠിക്കേണ്ടതില്ല, സത്യം ജന്മസിദ്ധ ഗുണമാണ്. ആരെ കുട്ടിയും, കൊള്ളക്കാരൻ്റെ കുട്ടിയും ജനിക്കുമ്പോൾ സത്യം പറയാനുള്ള കഴിവോട് കൂടെയാണ് വരുന്നത്. കള്ളൻ്റെ കുട്ടിയും എല്ലാവരും. അതുകൊണ്ട് ലോകത്ത് മൊത്തം അനുകരണങ്ങളാണ്. നമ്മൾ വിചാരിക്കും നമ്മളൊന്നും ആരും അനുകരിക്കണില്ല എന്ന്. നമ്മൾ കരുതും നമ്മളൊന്നും ഇപ്പം ആരും അങ്ങനെ അനുകരിക്കുന്നുണ്ടാവില്ല എന്ന് കരുതും. സംഗതി അങ്ങനെയല്ല. ലോകത്ത് മൊത്തം അനുകരണങ്ങളാണ്. ആരെ അനുകരിക്കണം എന്നത് ഏറ്റവും പ്രധാനമാണ്. ചാരിയാൽ ചാരിയത് മണക്കുമെന്നത് ഒരു ഹദീസിന്റെ നാടൻ ഭാഷയാണ്. ഏതാ ഹദീസ്? ഇന്നമാ മസലുൽ ജലീസി സാലിഹി വസ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണം കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ, കസ്തൂരി വാഹകനെ പോലെയും ഉലയിൽ ഊതുന്നവനെ പോലെയുമാണ്. നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം സെന്റ് അച്ചോടക്കാരന്റെ മാതിരിയാണ്. സെന്റ് അച്ചോടക്കാരന്റെ ഒപ്പം കൂടിയാല് കായുണ്ടെങ്കിൽ 2 റുപ്യക്ക് സെന്റ് വാങ്ങാം. അല്ലെങ്കിൽ അത് മൂന്നാമത്തതാ. രണ്ടാമത്തത് ഓൻ ആർക്കെങ്കിലും സെന്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കയ്യുമ്മ കൂടെ പോണത് നമ്മളെ മേത്ത് തേച്ച് തരും. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കയ്യുമ്മ കൂടെ ഒലിക്കണില്ല. മൂപ്പര് ഫില്ലറോണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒറ്റിക്കണ പിസ്കനായ കച്ചവടക്കാരനാണ്. എന്നാലോ മണം കിട്ടും. അതേതായാലും ഒന്ന് തടുത്താൻ നിൽക്കൂലല്ലോ. നല്ല കൂട്ടുകാരന്റെ മണം തടുത്താൻ നിൽക്കൂല. ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം ഉലയിൽ ഊതുന്ന കൊല്ലപ്പണിക്കാരൻ കരുവാന്റെ മാതിരിയാണ്. ഓൻ്റെ അടുത്ത് പോയിരുന്നാലോ എത്ര ദൂരെ ഇരുന്നാലും തുണിങ്കുപ്പായ ഓട്ടാകല് നിർബന്ധാണ്. കറുത്ത പുകയുള്ള കറുത്ത കരിയുള്ള പുക മൂക്കിലൂടെ കയറിയിട്ട് ആസ്തമരോഗം വൈകാതെ വരിക എന്നത് ഉറപ്പാണ്. ഒരു മേട്ടുമില്ല എന്നർത്ഥം. അതുകൊണ്ട് കൂട്ടുകാരൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകത്ത് നടക്കുന്നത് മൊത്തം അനുകരണാണ്. ഒരു ഭാര്യയും ഭർത്താവും കൂടിയും ഒരു കുട്ടിനെ, ഒരു സാങ്കല്പികമായ കഥയാണ്, ഒരു പാടുള്ള കഥ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു കുട്ടിനെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഭർത്താവ് പറഞ്ഞു ഈ കുട്ടി തീരെ പറഞ്ഞാൽ കേൾക്കൂല. ഭാര്യ പറഞ്ഞു ഒന്നും പഠിക്കൂല. ഭർത്താവ് പറഞ്ഞു നേരത്തെ നീക്കൂല. ഭാര്യ പറഞ്ഞു ഭക്ഷണം തീരെ കഴിക്കൂല. അങ്ങനെ ഒരു തലക്കെന്ന് പറഞ്ഞു. അവസാനം അയാൾ ചോദിച്ചു ഈ കുട്ടിയുടെ നിറം ആരതാന്ന് ചോദിച്ചു.
അപ്പൊ ഇതിന് ഭാര്യയാണ് ചാടില്ല, അതിലെ മൂപ്പര തന്നെ കാർത്തിട്ട് മൂപ്പര നിറം. ഈ കുട്ടിയുടെ മുഖത്തിന്റെ ഷെയ്പ്പ് ആയിരുന്നാന്ന് ചോദിച്ചു. അപ്പൊ മറ്റാളും ചാടി, അതാ ഓളെ തന്നെ കണ്ടില്ലേ മൂക്ക് കൂർത്തിട്ട്. അങ്ങനെ ഓരോന്നും ചോദിച്ചു. അവസാനം ചോദിച്ചു ഈ കുട്ടിയുടെ സ്വഭാവം ആയിരുന്നാന്ന് ചോദിച്ചു. അപ്പൊ രണ്ടാളും മുണ്ടണില്ല. വാപ്പിമ്മ എന്താണോ അതന്നെയാണ് കുട്ടിയുടെ സ്വഭാവം എന്ന് പറയണതേ. ഓരോ പ്രയോഗങ്ങൾ വരെ വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. ചില കുട്ടികൾ മദ്രസയിൽ വന്നാല് വാലുള്ളതിൻ്റെ ഒക്കെ പേരിങ്ങനെ പറയും. വാലുള്ള സാധനങ്ങളുടെ ഒക്കെ പേരിങ്ങനെ എണ്ണി എണ്ണി പറയും. പെരേന്ന് കിട്ടണതാണത്. അല്ലാതെ റോഡ് സൈഡിൽ നിന്ന് ആരും ഇപ്പൊ ഈ വാലുള്ളതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാൻ നിൽക്കണമെന്നില്ലല്ലോ. ഇനി പറഞ്ഞു കൊടുത്താൽ തന്നെ അത് വിളിക്കാൻ പറ്റിയെന്ന് മനസ്സിലാക്കിയത് പെരേന്നല്ലേ. അപ്പൊ വാലുള്ള സാധനങ്ങളുടെ പേരൊക്കെ പെരേന്ന് പഠിക്കണതാണ്. ഓരോ പ്രയോഗങ്ങളും വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ അനുകരിക്കുന്നത് ഉമ്മയെയാണ്. എന്നാൽ ഉപ്പയെ അനുകരിക്കുന്ന കുറേ സ്വഭാവമുണ്ട്. സാമൂഹികമായ പെരുമാറ്റങ്ങൾ ഉപ്പയിൽ നിന്നാണ് അനുകരണം. അത് ഉമ്മയെന്നല്ല. പരിശുദ്ധമായ ദീന് പറഞ്ഞാൽ ഖുർആനും ഹദീസും പള്ളികൾക്ക് മാത്രമുള്ളതല്ല. ഖുർആനും ഹദീസും പള്ളികൾക്ക് മാത്രമുള്ളതല്ലല്ലോ, അത് പെരേക്കുള്ളതാണല്ലോ. അത് പെരയിലും വേണ്ടേ? പള്ളിയിൽ മാത്രം ഖുർആനും ഹദീസും, പെരേ ചെന്നാൽ വേറൊരു കോല, അങ്ങനെ പറ്റൂല. നമ്മളെ പെരയും ഖുർആനും ഹദീസും തന്നെ ആയിരിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് പ്രമാണങ്ങളല്ല, മുഅ്മിന്റെ ജീവിതമാണ്. പ്രായോഗികമായിരിക്കണം എപ്പോഴും. പരിശുദ്ധമായ ദീൻ പ്രായോഗികമായ കാര്യങ്ങൾ മാത്രമേ പറയണുള്ളൂ. ദീനനുസരിച്ച് ജീവിക്കലാണ് ഏറ്റവും സുഖകരമായ ജീവിതം. അത് നമുക്ക് മനസ്സിലാകാൻ പ്രയാസമായതുകൊണ്ട് അങ്ങനെ തോന്നിയതാണ്. സത്യം പറഞ്ഞാല്, ഒരാൾ സത്യം പറഞ്ഞാല് എപ്പോഴും സത്യം തന്നെ പറഞ്ഞാൽ മതിയാവും. ഒരാൾ കളവ് പറഞ്ഞാൽ ആ കളവടക്കാൻ വേറൊരു കളവ് പറയേണ്ടി വരും. അപ്പോൾ അതിനെ അടക്കാൻ 2 കളവ് പറയേണ്ടി വരും. അപ്പോൾ അതിനടക്കാൻ 2നും 2 വീതം വെച്ചിട്ട് 4 കളവ് പറയേണ്ടി വരും. അങ്ങനെയാണ്. നേരെ മതി സത്യമാണെങ്കിലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ കളവ് പറയൽ എവിടുന്ന് തുടങ്ങണ കാര്യങ്ങള്? കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്ന സന്ദർഭം മുതൽ തുടങ്ങുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികളിൽ ഒരുപാട് അടയാളങ്ങൾ വെക്കുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് അടയാളം നമുക്കറിയാൻ വേണ്ടിയിട്ടുള്ള അടയാളങ്ങൾ കുറേ ഉണ്ട്. ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് കുട്ടി ഇങ്ങനെ സ്വകാര്യത്തിൽ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് 4 വയസ്സുകാരൻ മുലൊടിക്കണ ചെറിയ കുട്ടി ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഉമ്മ പ്രസവിച്ച് കിടക്കുകയാണ്. പരിസരമൊക്കെ നന്നായി നിരീക്ഷിച്ചതിന് ശേഷം 4 വയസ്സുകാരൻ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഉമ്മ കുഞ്ഞിവാവാനെ എവിടുന്ന് കിട്ടിയതാണ്? അപ്പം ഉമ്മ എന്ത് പറഞ്ഞു? അത് ഉമ്മാക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞു. അവൻ മനസ്സിലാക്കി, ഒരു 3 കൊല്ലം മുമ്പ് എന്നെയും ഇതുപോലെ ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണെന്ന്. ഇതൊരു നിസ്സാരമായ കാര്യമല്ല കേട്ടോ. ലൈംഗിക വിദ്യാഭ്യാസമാണ് അവൻ ചോദിക്കുന്നത്. ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കേണ്ടതാണ്. വലുതായാൽ പഠിപ്പിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസമാണ് ലൈംഗിക വിദ്യാഭ്യാസം. ഇത് ചോദിക്കണ കുട്ടിനെ നമ്മൾ ശരിക്കും നിരീക്ഷിച്ചാൽ അറിയാൻ പറ്റുമോ? ശരിക്കും പരിസരമൊക്കെ നന്നായി നിരീക്ഷിച്ച് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് വന്നിട്ട് ചോദിക്കണത്. ആ കുട്ടിക്ക് അത് നേരങ്ങത്തിൽ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. എന്താ അതിന് കുഴപ്പം? എന്താ ഇപ്പം അത് പറഞ്ഞു കൊടുത്താൽ ഒരു പ്രശ്നമുള്ളത്? തൂക്കാൻ വിധിച്ചോ? എന്തിനെ പറ്റി അങ്ങനെ പറഞ്ഞു ആരെങ്കിലും ചോദിക്കുവോ? ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്നു ലഭിക്കേണ്ടതാണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാകുന്നു ലൈംഗികത. അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ നിഷേധിച്ചിട്ട് കാര്യമില്ല, ഉൾക്കൊണ്ടിട്ടേ കാര്യമുള്ളൂ. അത് ഉൾക്കൊള്ളാൻ വേണ്ടത്, അത് നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. പരിശുദ്ധമായ ദീൻ അത് അടിസ്ഥാനപരമായ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയുമാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തിനാ ഈ തോന്നിയ സ്ഥലത്ത് നിൽക്കണേ? ഒരാവശ്യമില്ലല്ലോ. അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കി ദീൻ അത് ഉൾക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ വിദ്യാഭ്യാസം മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ആവശ്യമാകുമ്പോൾ കുട്ടി അത് ചോദിക്കുന്നുണ്ട്.
പറഞ്ഞു കൊടുക്കാൻ മാതാവ് തയ്യാറായാൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പ പറഞ്ഞില്ലെങ്കിലോ പിന്നെ പറയാൻ പറ്റൂല, പിന്നെ പറയാൻ പറ്റാതാവും. അതുകൊണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ആവശ്യമാകുമ്പോൾ കുട്ടി ചോദിക്കുന്നുണ്ട്. എല്ലാ ആവശ്യമാകുമ്പോൾ ചോദിക്കുന്നുണ്ട്. മൂത്രമൊഴിക്കേണ്ട രൂപം അവൻ ചോദിക്കാറുണ്ട്, കിടന്നുറങ്ങേണ്ട രൂപം ചോദിക്കാറുണ്ട്, എപ്പോഴാ പോകേണ്ടത്, എപ്പോഴാ വരേണ്ടത്, എല്ലാം അവൻ ചോദിക്കാറുണ്ട്. കുട്ടിയൊന്നും ചോദിക്കാതിരിക്കണില്ല. ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. അൽ ഉമ്മു ഹിയ അൽ മദ്റസത്തുൽ ഊലാ, ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ. അവിടുന്ന് എന്താണോ പഠിച്ചത് അത് അവസാനം വരെ ഉണ്ടായിരിക്കും. ഉമ്മ നന്നായ ഒക്കെ നന്നായി. ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് പരിശോധിച്ചാൽ പറ്റും ഉമ്മാര് നേരാക്കിയത്. ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അമ്പ്യാക്കളെ തന്നെ നോക്കിയാൽ കിട്ടും. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന്റെ പിതാവ് ആരാണെന്ന് അറിയാനോ അറിയിക്കാനോ നിർവാഹമുണ്ടായിരുന്നില്ല. അറിഞ്ഞാൽ മാതാവിനെയും പിതാവിനെയും കുട്ടിയെയും ഒരുമിച്ച് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി കൊല്ലുമായിരുന്നു. അതുകൊണ്ട് ആരാണെന്ന് അറിയില്ല, അറിയിക്കാൻ നിർവാഹം ഉണ്ടായിരുന്നില്ല. ഉമ്മയാ നോക്കിയത്. അതും എങ്ങനെ? കുട്ടിക്കും ഉമ്മാക്കും മാത്രം അറിയാം ഇതിന്റെ കുട്ടിയാണെന്നും അതിൻ്റെ ഉമ്മയാണെന്നും. അങ്ങനെ നോക്കിയതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുഴയിലെറിയുന്നതിന്റെ മുമ്പായി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയോട് വഹി അറിയിക്കുന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് നീ ഒന്ന് മുല കൊടുത്തതിന് ശേഷം പുഴയിലെറിഞ്ഞോ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിന്റെ അമ്മാന്റെ വഹി എന്ന് പറഞ്ഞാൽ ഇൽഹാമാണ്. ഇൽഹാമ് മുഖേന അറിയിച്ചിട്ടുണ്ട്, നന്നായി ഒന്ന് മുല കൊടുത്തതിന് ശേഷം പുഴയിലെറിയണമെന്ന്. എന്തിനാ മുല കൊടുക്കണത്? മുല കൊടുക്കുമ്പോ ആ കുട്ടിനോട് പറയണം. അതിനാ മുല കൊടുക്കണത്. മുല കൊടുക്കുമ്പോ പറയണം, കുട്ടിയെ നല്ലോണം കുടിച്ചോ, ഞാൻ എന്നെ പുഴയിലിടാൻ പോവാണ്. അപ്പൊ എന്താവും? കുട്ടി അതിനനുസരിച്ച് പ്രിപ്പയർ ആകും. മുല കൊടുക്കുമ്പോ പറയണം, ഞാൻ ഒരു ഹാഫിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ അതിനനുസരിച്ച് പ്രിപ്പയർ ആകും. മുലെടുക്കുമ്പോ പറയണം, അന്നെ എനിക്ക് മയ്യത്ത് സ്കരിക്കാനുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ആവും. അതാണ് അത് പറയണം. ആ അമ്മ മരിച്ചാല് അമ്മാന്റെ ബാക്കിൽ നിന്നിട്ട് ആ കുട്ടി മയ്യത്ത് നിസ്കരിച്ചിരിക്കും. ഉറപ്പാണ് ആ കാര്യം ഷുവറാണ്. അതുകൊണ്ട് അതിനാ മുലെടുക്കാൻ വേണ്ടി പറയണത്. മുലെടുക്കുമ്പോ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താക്കണം? ഹാഫിദാക്കണോ, ആലിമാക്കണോ, പ്രഭാഷകനാക്കണോ, മാഷാക്കണോ, കച്ചവടക്കാരനാക്കണോ, കൊള്ളക്കാരനാക്കണോ, വ്യഭിചാരിയാക്കണോ, ചൂതാട്ടക്കാരനാക്കണോ, എന്താ ആക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ. അപ്പൊ മുല കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് മുല കൊടുക്കുമ്പോൾ മനസ്സുകൊണ്ട് ആലോചിക്കാനാണ്. ഈ കുട്ടിയെ പുഴയിലെറിയുന്നതും അപ്പോൾ കുട്ടി അതിനനുസരിച്ച് പ്രിപ്പയർ ആണ്. നമ്മൾ ജീവിതത്തിൽ നേടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിപ്പയർ ചെയ്താണ്. എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ പുഴയിലെറിയുന്നതിന്റെ മുമ്പ് ഉമ്മയോട് മുല കൊടുക്കാൻ പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാമിനെ നോക്കിയത് ഉമ്മയാണ്. അപ്പല്ലോ അങ്ങനെ ഓരോരുത്തരും പരിശോധിച്ച് നോക്കാം. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോറ്റി വളർത്തിയത് ഉമ്മയാണ്. ആസർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവല്ലെന്നും എളാപ്പയാണ് എന്നുമാണ് ശരിയായ അഭിപ്രായം, സ്വഹീഹായ അഭിപ്രായം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വാപ്പയോട് സംഭാഷണം നടത്തുന്നത് ഖുർആനിലുണ്ട്. യാ അബതി ലിമ തഅബുദു ശൈത്താൻ, വാപ്പ നിങ്ങൾ എന്തിനാണ് ചെക്കുത്താൻ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചേ. എന്റെ വാപ്പ എന്ന് വിളിച്ചതിന്റെ തഫ്സീറിൽ കാണാം, എളാപ്പയെ വാപ്പ എന്ന് വിളിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വിളിച്ചിട്ടുള്ളതെന്നും അത് മഹാനവറുകളുടെ എളാപ്പയാണെന്നും ആസർ പിതാവല്ലെന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് താറഹ് എന്ന പേരായ മനുഷ്യനായിരുന്നു എന്നും കാണാം.
ഇബ്രാഹിം നബിനെ നോക്കിയത് ഉമ്മയാണ് എന്നർത്ഥം. ചരിത്രത്തിൽ അറിയപ്പെട്ട മനുഷ്യന്മാരൊക്കെ അമ്മയെ നോക്കിയിട്ടുള്ളത് എല്ലാവരും നോക്കിയാൽ കാണാൻ പറ്റും. സഹാബാക്കളിൽ നിന്ന് പ്രമുഖരായ പലരെയും ഉമ്മയാണ് നോക്കിയത്. താബികളും അങ്ങനെ തന്നെ, തബഉത്താബികളും അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മയാണ് നോക്കിയത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മയാണ് നോക്കിയത്. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ ഉമ്മയാണ് നോക്കിയത്. കുട്ടികൾ ശബ്ദം ഉണ്ടായിക്കോട്ടെ, അത് പ്രശ്നമല്ല. പക്ഷെ സ്ത്രീകൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. കുട്ടികൾ ശബ്ദം ഉണ്ടാക്കണേ നമുക്ക് പ്രശ്നമല്ല. നമ്മൾ മദ്രസ ക്ലാസ് എടുക്കുന്ന ആൾക്കാരല്ലേ, കുട്ടികൾ വർത്താനം പറയും, അത് കുഴപ്പമില്ല. പക്ഷെ ആ വർത്താനത്തിൽ നിങ്ങൾ പോകരുത് എന്ന് മാത്രം. നിങ്ങൾ ഇവിടെ റേഞ്ചിൽ വേണം, ഇവിടെ റേഞ്ച് കിട്ടണം, അല്ലെങ്കിൽ പ്രശ്നം കിട്ടുന്നുണ്ടാവും. ഞാൻ എൻ്റെ കിട്ടാതിരിക്കരുത് വെച്ചിട്ട് പറഞ്ഞാണ്, ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കുട്ടികളോട് അല്ലാഹു തആലക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ കുട്ടികളെ സ്വർഗത്തിൽ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയത്. ഖിദ്മത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദരമുത്തുകൾ. സ്വർഗത്തിൽ ഖിദ്മത്തെടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് കുട്ടികളെയാണ് അല്ലാഹു തആല. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. ആ സൂറത്ത് സ്വർഗത്തിൽ ഓതുന്ന സൂറത്തുമാണ്, സ്വർഗത്തിൽ ഓതുന്ന സൂറത്തുമാണ്. അതുകൊണ്ട് അല്ലാഹു തആലക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്കും ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടമാകും വേണം. ഒരു കാട്ടറബി വന്ന് നബി തങ്ങളോട് ചോദിച്ചു, അള്ളാഹിന്റെ റസൂലേ, സഹാബിയാണ് കേട്ടോ, കാട്ടറബീന്ന് കരുതിയോണ്ട് റളിയല്ലാഹു അൻഹു പറയാതിരിക്കണ്ട എന്ന് പറഞ്ഞാല് അങ്ങാടി താമസിക്കുന്ന ആളല്ലാത്തൊരു സഹാബി. ഒരു കാട്ടറബി വന്ന് നബി തങ്ങളോട് ചോദിച്ചു, പുണ്യനബിയേ, നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? ഞങ്ങളാരും ചുംബിക്കലില്ലല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ കൽബിൽ അല്ലാഹു റഹ്മത്ത് ഇട്ട് തരാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ കൽബിൽ റഹ്മത്തില്ലാത്തതിന് ഞാൻ എന്ത് കാട്ടാനാന്ന് ചോദിച്ചു. ഇതേ അർത്ഥത്തിലുള്ള ഒരു വാക്ക് ചോദിച്ചു എന്നർത്ഥം. അത് മലയാളത്തിൽ കൊണ്ടുവന്നപ്പോൾ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് മാത്രം. അങ്ങനെ അപ്പൊ നമ്മുടെ കൽബിൽ റഹ്മത്തുണ്ട് എന്നതിൻ്റെ ഭാഗമാണ് കുട്ടികളോട് നമ്മൾ താല്പര്യം കാണിക്കുന്നത്. നല്ലതാണ്. പക്ഷെ ചില ശ്രദ്ധകൾ ആവശ്യമാണ് കേട്ടോ, ചില ശ്രദ്ധകൾ ആവശ്യമാണ്. അത് വിഷയത്തിൽ നിന്ന് മാറുന്നുണ്ട്, എന്നാലും പറയാം. എന്താ വെച്ചാൽ സംഗതി നമ്മളെ കുട്ടി തന്നെയാണ്, നമുക്ക് നമ്മളെ കുട്ടിയോട് നല്ല താല്പര്യം ഉണ്ടാവും. പക്ഷേ നമ്മളെപ്പോഴും കണ്ണേറ് തട്ടുന്നതിനെ നന്നായി ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ ശ്രദ്ധിച്ചാലും കണ്ണേറ് തട്ടുക, കണ്ണേറ് എന്ന് പറഞ്ഞാല് നമ്മളെ കണ്ണ് തന്നെ നമ്മളെ കുട്ടിക്ക് തട്ടുകയെ, വേറെ പുറത്തുള്ളത് നോക്കണ്ട. എൻ്റെ കുട്ടി ഭയങ്കര ഉഷാറാണ്, എൻ്റെ കണ്ണ് എനിക്ക് തട്ടും. അതെങ്ങനെ? ഞാൻ ഇപ്പം അത്യാവശ്യം തിരക്കിടില്ലാന്ന് തോന്നിയാൽ പിറ്റേന്ന് ബാക്കിൽ കഴിക്കാരം, വേറെ ഉള്ളത് പിന്നെ അടക്കട്ടെ. അങ്ങനെ തോന്നിയാൽ എന്താ വേണ്ടത്? ലാഹൗല കൊണ്ട് ചികിത്സിക്കണം. ലാഹൗല ലേഹ്യം എപ്പോഴും കഴിക്കേണ്ടതാന്ന് താഴ്വസ്ഥ പറഞ്ഞിട്ടുണ്ട്. ആ ലേഖം കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ട് ഇടക്കിടക്കെടുത്ത് തിന്ന് തന്നെ, അതന്നെ പരിപാടി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നതുപോലെ കണ്ണേറിനുള്ള ഒരു പ്രധാനപ്പെട്ട സൂറത്താണ് അലം തറ കൈഫ സൂറത്ത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഒരോട്ടോദാ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ فأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. അല്ലാഹു നമ്മളെയും നമ്മളെ കുടുംബത്തെയും നമ്മളെ ഭാര്യ മക്കളെയും നമ്മളെ സന്താനങ്ങളെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം
കണ്ണേറിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ, പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും സലാമത്താക്കട്ടെ. അപ്പം ഉമ്മാര് നോക്കിയ കുട്ടികളെ പരിചയപ്പെടുത്തിയതാ ഞാൻ. ഗൗസുൽ-ആദം അതിൽ പ്രധാനപ്പെട്ട ഒരാളാ. സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കളവ് പാറയല്ല എന്നുമ്മ ചൊന്ന ആരെ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ഒരു ഉമ്മ കുട്ടിക്കൊടുത്ത ഉപദേശമാണ് കളവ് പറയല്ലാന്ന്. ഉമ്മ കുട്ടിക്കൊടുത്ത ഉപദേശം. കളവ് പറയുന്ന മനുഷ്യൻ ഒന്നിനും പറ്റാത്തവനാണ്, അവനൊന്നിനും പറ്റില്ല. അതുകൊണ്ട് സിദ്ഖ് എന്ന് പറയുന്നത് അമ്പിയാക്കളുടെ ഗുണമാണ്. അർസല അംബിയാദവി ഫഅതാന ബിസ്സിദ്ഖി വത്തബ്ലീഗി വല്ലമാന. അമ്പിയാക്കൾക്ക് 4 പ്രത്യേക ഗുണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഗുണമാണ് സിദ്ഖ് എന്ന് പറയുന്നത്. സിദ്ഖിനെ പാലിച്ചാൽ സിദ്ദീഖാവാം. സിദ്ദീഖായാലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗത്തിൽ പോകാം. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറക്കപ്പെടുന്നതാണ്. അങ്ങനെ ആവാൻ പറ്റും. മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു മേഖലയില്ല. മലക്കുകൾക്ക് പോകാൻ പറ്റാത്തടത്തേക്ക് മനുഷ്യന് പോകാം. അതാണ് മേറാജ്. മലക്ക് നിന്നല്ലോ. ഏത് മലക്ക്? വലിയ മലക്ക്. വലിയ മലക്ക് നിന്നു. ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ഫീ ശത്തിഹി റുബൻ ഫവദ്ദഅ. സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അള്ളാഹുവിനെയും സ്വർഗത്തെയും നരകത്തെയും ഒക്കെ ഓർമ്മ വരികയാണ്. പോയാ ഞങ്ങൾക്ക് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് അതിലൊക്കെ ശ്രദ്ധ വരികയാണ്. ലൗ തദൂമൂന ലാ മാ തകൂനൂന ഇൻദി ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും ഹബീബുനാ റസൂലുള്ളാഹി. എൻ്റെ അടുക്കൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എപ്പോഴും ആയാൽ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലത്തും നിങ്ങൾ നടക്കുന്ന വഴികളിലും നിങ്ങളെ കാത്തുനിന്ന് മലക്കുകൾ നിങ്ങൾക്ക് ഷൈക്കാൻഡ് തരുന്നതാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലസാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും. നിങ്ങളുടെ വഴികളിലും വിരിപ്പുകളിലും മലക്കുകൾ നിങ്ങൾക്ക് കൈതരാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യൻ നന്നായാല് മലക്കുകളെ മേലെ പോകാം. ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇബ്നു സീരീൻ എന്നൊരു പണ്ഡിതനുണ്ട്. ഇബ്നു സീരീൻ സ്വപ്നവ്യാഖ്യാനത്തിലെ തലതൊട്ടപ്പനായി അറിയപ്പെടുന്ന ആളാണ് സയ്യിദുനാ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു സീരീൻ വാപ്പി അടിമയാണ്, ഉമ്മി അടിമയാണ്. വലിയ തറവാടൊന്നും വേണ്ട നേരാകാന് എന്നർത്ഥം. ഇബ്നു സീരീന്റെ വാപ്പയും അടിമയാണ്, ഇബ്നു സീരീന്റെ ഉമ്മയും അടിമയാണ്. ഒരാള് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു. ഒരാള് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയും ആയിരുന്നു. ഇബ്നു സീരീന്റെ വാപ്പി ഉമ്മി അടിമയാണ്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ്. ലോകത്തുനിന്ന് കാണുന്ന എല്ലാ സ്വപ്ന വ്യാഖ്യാനവും അതിന്റെ ചട്ടം എഴുതിയിട്ടുണ്ടാവും. ഇബ്നു സീരീന്റെ സ്വപ്ന വ്യാഖ്യാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയത്. അടിസ്ഥാനമൊന്നും അതിലുണ്ടാവില്ല കേട്ടോ. ജൂതന്മാര് തയ്യാറാക്കിയതിന്റെ പിന്നിലും എന്തുണ്ട്? ഇബ്നു സീരീന്റെ സ്വപ്ന വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്നു സീരീന്റെ അടിസ്ഥാനം വേറെയാണ്, നമ്മളിപ്പോൾ വായിക്കണതിന്റെ അടിസ്ഥാനം വേറെയാണ്. അതുകൊണ്ട് മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഉള്ള സ്വപ്ന വ്യാഖ്യാനത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചതൊക്കെ കൂടി ഇബ്നു സീരീൻ പറഞ്ഞാന്നൊന്നും വിചാരിക്കരുത്. ഇബ്നു സീരീൻ പറഞ്ഞു 40 സ്വപ്നം പറയുമ്പോൾ ഒന്നിനെ അദ്ദേഹം വ്യാഖ്യാനം പറഞ്ഞിരുന്നുള്ളൂ എന്നാണ്. ബാക്കി 39 ആളോടും കിനാവ് കണ്ട് നടക്കേണ്ട ചങ്ങായിയെ പോയി ജീവിക്കാൻ നോക്കോ എന്ന് പറയലായിരുന്നു പതിവ്. സ്വപ്നം കണ്ടിങ്ങനെ നടക്കണ്ട, പോയി ജീവിക്കാൻ നോക്ക് എന്ന് പറയലാണ് പതിവ്. 40 ആള് പറയുമ്പോൾ 40ാമത്തെ ആളോട് പറയും, പറഞ്ഞാലോ അത് കറക്റ്റ്, അത് കറക്റ്റാ. ഒരാള് ഇബ്നു സീരീന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു,
ചെളി നിറഞ്ഞ കുഴിയിൽ നിന്ന് ചെണ്ട മുട്ടുന്നത് കണ്ടിരിക്കുന്നു ഇബ്നു സീരീൻ. എന്താ വ്യാഖ്യാനം എന്ന് ചോദിച്ചു. അതിൽ ഇബ്നു സീരീൻ പറഞ്ഞു, ഈ സ്വപ്നങ്ങൾ കാണൂലല്ലോ പറഞ്ഞു. ഈ സ്വപ്നങ്ങൾ കാണൂല പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാന്ന് ചോദിച്ചു. ഉറപ്പാണ് ഈ സ്വപ്നങ്ങൾ കാണൂല. വന്നയാള് ചോദിച്ചു, എന്നാൽ ഈ സ്വപ്നം പിന്നെ ആരാ കാണുക? ഇബ്നു സീരീൻ പറഞ്ഞു, ഈ സ്വപ്നം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു കാണേണ്ട സ്വപ്നമാണ്. വന്നയാൾ പറഞ്ഞു, ഹസനുൽ ബസരി കണ്ടതാണ്, നിങ്ങളോട് ഇതിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ എന്നെ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അധർമ്മം നിറഞ്ഞ മനുഷ്യർക്കിടയിൽ നിന്ന് പ്രസംഗിക്കുമെന്നാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. അതാണ് ഇബ്നു സീരീൻ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ ഒരു പളുങ്കുപാത്രമുണ്ട്, ആ പളുങ്കുപാത്രത്തിൽ കറുത്ത നിറത്തിലുള്ള ഉറുമ്പുകൾ കയറി നടക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. ഇബ്നു സീരീൻ, കണ്ടത് മുതൽ എനിക്ക് അസ്വസ്ഥതയാണ്, എന്തെങ്കിലും ഒരു വിശദീകരണം പറഞ്ഞു തരണം. ഇബ്നു സീരീൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ അടിമണ്ടോന്ന് ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. എന്നാൽ നീ ഉടനെ അടിമയെ കൊണ്ടുപോയി വിൽറ്റൊഴിവാക്കണം എന്ന് പറഞ്ഞു. അത് വെറുതെ പറയിക്കാരം, അതിപ്പോ ബുക്കൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു അയാള്. പ്രശ്നമൊന്നുമില്ലല്ലോ. വെള്ളം കുടിക്കാല്ലേ കഴിക്കാൻ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ألف الألف نظام مده على الأهل آل أول السطور باسم الله بدء الخالقال إلا الله لا إله ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമാതും മുന്നേ വിള്ളിനെ ഫീസത്ത് മാലയും ഞാൻ തുടങ്ങിടുന്നേ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോ അതാണ് ഇബ്നു സീരീൻ. അപ്പൊ ഇബ്നു സീരീന്റെ വാപ്പിയും ഉമ്മയും അടിമകളാണ്. വാപ്പ മരിച്ചു, ഉമ്മയാണ് നോക്കിയത് എന്ന് പറയാനാണ് ഇപ്പൊ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ, ഫുള്ളാക്കാത്തൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ചോദിക്കട്ടോ. അത് ഒരു പ്രകൃതാണ്, ഏതെങ്ങനെ പോകും. അതിൻ്റെ ഇടയിൽ ബാക്കി ഇട്ടതൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ചോദിക്കാവുന്നതാണ്. ഉണ്ടാവും. പ്രസംഗത്തിന് നോട്ടില്ല, അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. കുഴപ്പമില്ല. എന്തായിരുന്നു പറഞ്ഞത്? ആ പളുങ്ക് പാത്രം. ആയിക്കോട്ടെ, പളുങ്ക് പാത്രം. അപ്പോൾ അങ്ങനെ ഒരു പളുങ്ക് പാത്രം ഉണ്ടായിരുന്നു, അതിൽ ഉറുമ്പ് കയറിയായിരുന്നു. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖൈറിലാക്കട്ടെ. അപ്പൊ ഇബ്നു സീരീനോട് ചെന്ന് പറഞ്ഞപ്പോ എൻ്റെ അടിമ ഉണ്ടോ വീട്ടിൽ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. എന്നാ വിൽക്കുക പറഞ്ഞു. അപ്പൊ അയാൾക്ക് അത് അത്ര കാര്യമായിട്ട് തോന്നിയില്ല. മൂപ്പര് വിറ്റില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാനില്ലാതെയായി. അന്വേഷിച്ചു, അടിമയെയും കാണാനില്ല. 3 ദിവസം അന്വേഷിച്ചു. അവസാനം രണ്ടുപേരെയും ഒരു അങ്ങാടിയിൽ വെച്ച് പിടികൂടിയിട്ട് ഇബ്നു സീരീന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ മഹാനവർകൾ ചോദിച്ചു, ഞാൻ എന്നോട് അന്നും അടിമനെ വിൽക്കാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. സ്വപ്നം എന്ന് പറഞ്ഞത് വലിയ ഇഷാറത്തുകളാണ്. എല്ലാ സ്വപ്നമൊന്നും ഇല്ല കേട്ടോ. സ്വപ്നത്തിന് ഒരുപാട് 17 നിബന്ധനകളുണ്ട് ഒരു സ്വപ്നം ശരിയാവണമെങ്കിൽ. അപ്പൊ കണ്ടു എന്ന് എഴുതിയിട്ട് നമ്മൾ ബേജാറാവുമൊന്നും വേണ്ട. പലതും കാണും, അതൊക്കെ അധികവും പേക്കിനാവുകളായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി പഠിച്ചനെ സ്വപ്നം കണ്ടുപോയല്ലോ എന്ന് എഴുതി അടങ്ങാറേണ്ട ആവശ്യമില്ല.
17 നിബന്ധനകൾ ഒത്താലേ ഒരു സ്വപ്നം ഇലാഹിയായ സ്വപ്നമാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിലേ വിശദീകരണം അന്വേഷിക്കേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 17 കാര്യം ഞാൻ പറയണില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും അന്വേഷിക്കേണ്ട, മറ്റേ അത് തിരഞ്ഞെടുക്കലേക്കാരൊരു പരിപാടി. അതുകൊണ്ട് അത് വേണ്ട, അത് വലിയ അടങ്ങേറുള്ള കാര്യമാണ്. ഇതിപ്പോൾ എന്നും കണ്ണിമ്പി അപ്പോൾ കാണും, അതിനെ കൂടി ആളെ തിരഞ്ഞെടുന്ന ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് വേണ്ട. പിന്നെ കുട്ടികളുടെ സ്വപ്നം എന്ന് പറഞ്ഞത് വിശദീകരണമുള്ള സ്വപ്നമല്ല, അതവരുടെ മാനസിക ഉയർച്ചയുടെ ഭാഗമാണ്. കുട്ടികളുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ കിടക്കണോടൊന്നൊക്കെ കണ്ട് വീണാൽ അടീക്കാണ്ട് പോയിട്ട് അത് അവരെ വളർത്തുകയാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാൻ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് അവരുടെ സ്വപ്നം. ഇലാഹിയ സ്വപ്നം തന്നെയാണ്. അതൊന്നും വിശദീകരണം അന്വേഷിക്കേണ്ട സ്വപ്നങ്ങളോട്ടല്ലേനും. അതുകൊണ്ട് അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. മഹാനവറുകളുടെ വാപ്പ യോദ്ധാവായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വാപ്പ സഫർ പോയി വന്നപ്പോഴേക്ക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വലിയ ആലിമും ഹാഫിളുമെല്ലാമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് മനുഷ്യന്മാര് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ധാരാളം ആളുകളെ ഉമ്മ നോക്കിയതാണ്. ഉമ്മാര് വേണമെന്ന് കരുതി നോക്കിയ കുട്ടികളാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ള സ്വാലിഹീങ്ങളായ നല്ലൊരു ശതമാനം ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിനെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിൽ വളർത്തി നബിയാക്കി. ആ സംഭവം പറഞ്ഞിട്ട് തർബിയത്തുൽ ഔലാദിൽ ഉദ്ധരിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, വാപ്പ നോക്കിയില്ല എന്നുള്ളത് കുട്ടികൾ സ്വാലിഹാവാത്തതിന് കാരണമാവാൻ പറ്റൂല. കാരണം ആസിയ ബീവി മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വളർത്തുമ്മയാണ്, നേരമ്മ പോലും അല്ല, വളർത്തുമ്മയാണ്. വളർത്തുമ്മ നോക്കിയാൽ തന്നെ നബിയാവുമെങ്കിൽ നേരമ്മ നോക്കിയാൽ എന്തായാലും വലിയ സംഭവമാകുമല്ലോ. നുബുവത്ത് എന്നുള്ളത് ഇഖ്തിയാറാണ്, എന്തായാലും സാലിയാവുമല്ലോ. സാലിഹാവുമെങ്കിൽ നല്ല നിലക്ക് നടത്താൻ പറ്റുമെങ്കിൽ നുബുവത്ത് എന്നത് ഇഖ്തിയാർ അല്ല എന്നാണ്. അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഇസ്തിഫാ ആണ്. അതുകൊണ്ട് നല്ല മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ അമ്മ വിചാരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ഉമ്മ കുട്ടിയെ എന്താണോ പഠിപ്പിച്ചത് അത് കുട്ടിയിലുണ്ടാവും. കുട്ടിയുടെ എല്ലാ സ്വഭാവവും ഉമ്മാൻ്റെ അടുത്ത് നിന്നുള്ളതാണ്. എല്ലാ സ്വഭാവവും, സംസാരങ്ങൾ വരെ ഉമ്മയിൽ നിന്നുള്ളതാകുന്നു. പെരുമാറ്റം അങ്ങനെയാണ്, സ്വഭാവം അങ്ങനെയാണ്, മാനസികാവസ്ഥയും അങ്ങനെയാകുന്നു. ഒരു ഉമ്മ സ്വതക്കൊടുക്കുന്ന ആളാണെങ്കിലേ കുട്ടിക്ക് സ്വതക്കൊടുക്കാൻ പറ്റുള്ളൂ. ഉമ്മ അയൽവാസികളെ സ്നേഹിക്കുന്ന ഉമ്മയാണെങ്കിലേ കുട്ടികൾ അയൽവാസിയെ സ്നേഹിക്കുള്ളൂ. ഉമ്മ വാപ്പാനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയാണ് മക്കൾ കല്യാണം കഴിച്ചാൽ പെരുമാറുക. എല്ലാം അനുകരണമാണ്. ലോകത്ത് അനുകരണം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിക്കാൻ പറഞ്ഞതിനേക്കാൾ കൂടുതലായി അനുകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ അനുകരിക്കണമെന്നാണ്. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ന്യായാന്യായങ്ങൾ നോക്കി പ്രവർത്തിക്കലാണ്. അതിനാണ് അനുസരണം എന്ന് പറയുന്നത്. അനുകരണം എന്ന് പറഞ്ഞാൽ ന്യായാന്യായങ്ങൾ നോക്കാതെ ചെയ്തതുപോലെ ചെയ്യലാണ്. അതെന്തിനാന്നൊന്നും നോട്ടല്ല, അങ്ങനെ ചെയ്തു അപ്പം അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഖുത്ബക്ക് മിമ്പറിൽ കയറിയപ്പോൾ നബിതങ്ങൾ ഒരു ദിവസം വാളെടുത്തു. അതിപ്പോൾ എന്തിനാ വാളെടുക്കണത്? ഇപ്പം കൂട്ടുമെന്ന് വിഗൊന്നുമില്ലല്ലോ, എന്നാലും നബിതങ്ങൾ എടുക്കന്നെ. അതാണ് അനുകരണം. എന്ന് പറഞ്ഞത്. നബിതങ്ങൾ നടക്കണ അതേമാതിരി നടക്കണ സഹാബത്തുണ്ടായിരുന്നു. നബി നടക്കണ അതേമാതിരി നടക്കും. നബിതങ്ങൾ സംസാരിക്കും പോലെ സംസാരിക്കും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കും. അനുകരണം മാത്രമല്ല, നബിതങ്ങളുടെ ഓരോ കാര്യങ്ങളിലും അവർ പിന്തുടരും. അബൂ മഹദൂറ എന്നൊരു സഹാബി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അബൂ മഹദൂറക്ക് ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അലാക്കിൻ്റെ മുടി ഉണ്ടായിരുന്നു, എല്ലാം നിങ്ങളുള്ള മുടി. അതിങ്ങനെ ചുരുട്ടി കെട്ടി വെക്കും. എല്ലാ വക്തിനും പള്ളിക്കുണ്ടാവും, വളരെ ഉഷാറാണ്. ഒരു ദിവസം സഹാബത്ത് അബൂ മഹദൂറോട് പറഞ്ഞു, അബൂ മഹദൂറെ, നിങ്ങൾ നല്ല മനുഷ്യനാണ്,
നല്ല ആബിദാണ്, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട സ്വഹാബിയാണ്. ഈ മുടിയൊന്ന് വെട്ടിക്കൂടെ ചോദിച്ചു. അല്ല തഹ്ലീഖിഹ, നിങ്ങൾക്ക് ഈ മുടിയൊന്ന് വെട്ടിക്കൂടെ? ആ സമയത്ത് അബൂ മഹ്ദൂറ പറഞ്ഞു, ലാ ഹലിഖുഹാ, ഈ മുടി ഞാൻ വെട്ടുന്ന പ്രശ്നമേ ഇല്ല. വഖദ് മസ്സഹാ റസൂലുള്ളാഹ്, ഈ മുടിയിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ടിരിക്കുന്നു. ഈ മുടിമ നബി തൊട്ടിട്ടുണ്ട്, ഇത് മുറിക്കണ പ്രശ്നം വരല്ലേ, വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം. എങ്ങനെയാണ്? അത്രയും പോലെ പിന്തുടർന്നിരുന്നു എന്നർത്ഥം. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അതുകൊണ്ട് നബി തങ്ങളെ വരെ അനുകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അനുകരണം ഏറ്റവും പ്രധാനമാണ്. മക്കൾ മാതാപിതാക്കളെയാണ് അനുകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമ്മിയും വാപ്പിയാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. അതിന് 10 മിനിറ്റ് മതി, 10 മിനിറ്റും വേണ്ട, 5 മിനിറ്റ് മതി, 5 മിനിറ്റും വേണ്ടി വരില്ല, 3 മിനിറ്റാണ് മാക്സിമം വാപ്പി ഉമ്മയാവാന്. വാപ്പയും ഉമ്മയുമായി തുടരാൻ 5 മിനിറ്റും 10 മിനിറ്റും 1 മണിക്കൂറൊന്നും പോരാ. അതാണ് പ്രയാസമുള്ളത്. വാപ്പയും ഉമ്മയുമായി തുടരാനാ പ്രയാസമുള്ളത്. ഏതുവരെ വാപ്പിമ്മയാണെന്നറിയോ? വാപ്പയും ഉമ്മയും മരിക്കുന്നത് വരെ അല്ല, കുട്ടി മരിക്കുന്നത് വരെ. വാപ്പ വാപ്പയായിരിക്കണം, ഉമ്മയായിരിക്കണം. എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എന്നുള്ള ബോധം വാപ്പി ഉമ്മയും മരിക്കണവരുണ്ടായാൽ പോരാ, കുട്ടി മരിക്കുന്നത് വരെ ഉണ്ടായിരിക്കണം. അതിനല്പം പ്രയാസമുണ്ട്. വാപ്പ തല്ലും എന്നത് അഭിമാനാണ് ശരിക്ക്. ഞാൻ അങ്ങനെ ചെയ്യൂല, എൻ്റെ വാപ്പ തല്ലും, അതെന്താ ശരിക്ക്? വാപ്പ തല്ലും എന്നത് അഭിമാനത്തിന്റെ വർത്താനാണ്. തല്ലാൻ യോഗ്യതയുള്ള വാപ്പ ഉണ്ടാവണം എന്നേ ഉള്ളൂ. നോക്കിയില്ലെങ്കിൽ ആരും കേടുവരും, നമ്മളും കേടുവരും. നോക്കാൻ ഒരാൾ അത്യാവശ്യമാണ്. മാതാപിതാക്കളെ മക്കൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ മക്കളുടെ കുഴപ്പമില്ല. ബഹുമാനിക്കപ്പെടാനുള്ള അർഹത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനെ ബഹുമാനിച്ചിരിക്കും. വാപ്പാന്റെയും ഉമ്മാന്റെയും അർഹതയുടെ പ്രശ്നമാണത്, കുട്ടികളെ പ്രശ്നമല്ല. എല്ലാവരും മാതാപിതാക്കളോടുള്ള കടമകൾ വേറെ പറയാറുണ്ട്. മക്കളോടുള്ള കടമ ഒന്ന് തിരിച്ചു പറഞ്ഞു നോക്കിയാൽ അറിയാം എങ്ങനെയുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു സ്വഹാബി വര്യൻ വന്നിട്ട് തൻ്റെ കുട്ടിയെ കുറിച്ച് പരാതി പറഞ്ഞു. ചെക്കൻ പറഞ്ഞ കേൾക്കുന്നല്ല. ഉമർ ഖത്താബിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ നിന്റെ കുട്ടിക്ക് എന്താ പേരിട്ടിരിക്കുന്നത്? ഞാൻ അവന് ജ്വാൽ എന്നാണ് പേരിട്ടിരിക്കുന്നത് പറഞ്ഞു. അന്ന് ഞാൻ നേരാവൂല പറഞ്ഞു. വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പേരിട്ടാ പിന്നെ നേരാവൂ എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികൾ എന്താവണം എന്താവണ്ടെന്ന് തീരുമാനിക്കുന്നത്. ചെറിയ തുണി എടുത്തിട്ട്, ചെറിയ പാവാട എടുത്തുകൊണ്ട്, ചെറിയ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് അവരത്തൊക്കെ വാങ്ങിച്ചിട്ട് കുട്ടികളെങ്ങനെ പുറത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ ശൈത്താൻ വന്നിട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു തരികയാണ്, കുട്ടികൾക്ക് ചോദ്യമില്ലല്ലോ, വലുതാവുമ്പോൾ നേരെ ഇക്കോളും. കുട്ടികൾക്ക് ചോദ്യമില്ല എന്നുള്ളത് ശരിയാണ്. മാതാപിതാക്കൾക്ക് ചോദ്യമില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് പറ്റിയ വലിയൊരു അബദ്ധ. കുട്ടികൾക്ക് ചോദ്യമില്ല. ആ ചോദ്യം കൂടി ആരോട് ചോദിക്കും? വാപ്പാടുമ്മാരോടും ചോദിക്കും, മാപ്പാനോടും ഉമ്മാനോടും ചോദിക്കും. അതുകൊണ്ട് വകതിരിവുള്ള കുട്ടിയെ, അല്പം കുടിയറച്ച കുട്ടിയെ ഔറത്ത് മറക്കാതെ പൊതുനിരത്തിലേക്ക് ഇറക്കിയിട്ട് ആ കുട്ടി ജീവിതത്തിൽ ആ ശൈലി തുടർന്നാൽ അത് കാരണം മാതാപിതാക്കൾ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. വ്യഭിചാരം ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യഭിചാരം ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യഭിചരിച്ച പുരുഷനും വ്യഭിചരിക്കപ്പെട്ട സ്ത്രീക്കും ഒരേ ശിക്ഷയാണ്. നാളെ മഹ്ശറയില് നല്ലോണം ശ്രദ്ധിച്ചോളി. ഗുഹ്യത്തിലൂടെ ഒരു ചലമലിപ്പിച്ചുകൊണ്ട് നാളെ മഹ്ശറയിൽ ഹാജരാക്കപ്പെടുന്നതാണ്. നരകത്തിൽ അവന്റെ അവളുടെ തൊട്ടടുത്തുള്ള ആൾ അവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും, ദുർഗന്ധം കാരണം. നരകത്തിൽ അടുത്തുള്ള ആള്.
ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات. ഖേദിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ പരാജയമാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഗുഹ്യം കൊണ്ടുള്ള വ്യഭിചാരം മാത്രല്ല, നേത്ര വ്യഭിചാരത്തിനും ശിക്ഷ തന്നെയാണ്, സ്പർശന വ്യഭിചാരത്തിനും ശിക്ഷ ഇതുതന്നെയാണ്, സംസാര വ്യഭിചാരത്തിനും ശിക്ഷ ഇതുതന്നെയാകുന്നു. വ്യഭിചരിച്ചവനും വ്യഭിചരിക്കപ്പെട്ടവൾക്കും ഒരേ ശിക്ഷയാണ്. നീ ഔറത്ത് വെളിവാക്കിയിട്ട് നടക്കുമ്പോ ഒരാള് നിന്നെ നോക്കിയാൽ അവനും ശിക്ഷ തന്നെയാണ്, നോക്കപ്പെട്ട നിനക്കും ശിക്ഷ തന്നെയാണ്. അനക്കും അതന്നെ ശിക്ഷ, ഓനും അതന്നെ ശിക്ഷ, രണ്ടാൾക്കും ഒരേ ശിക്ഷയാണ്. ശിക്ഷയില്ലാർക്കും ഇളവില്ല. ഏത് ശിക്ഷ ഇളവ് ചെയ്താലും വ്യഭിചാരത്തിന്റെ ശിക്ഷക്ക് ഇളവില്ല, അത് ഇരട്ടിയാണ്. യുളാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, വ്യഭിചാരിക്ക് ശിക്ഷ നാളെ ഖിയാമത്ത് നാളിൽ ഇരട്ടിയാക്കി കൊടുക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നീ ഔറത്ത് കാണിച്ചാൽ നിന്നെ നോക്കുന്നവനും ശിക്ഷയുണ്ട്, നിനക്കും ശിക്ഷയുണ്ട്. എന്തിനാ വെറുതെ വ്യഭിചരിക്കുന്നത്? നമ്മൾ ഈ ദുന്യാവിലാകെ കുറഞ്ഞ കാലം നമ്മൾ മനസ്സിലാക്കിയത് ഗുഹ്യ വ്യഭിചാരം മാത്രമേ വ്യഭിചാരമുള്ളൂ എന്നാണ്. കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി പന്തലിൽ സ്വന്തം മകളെ അണിയിച്ചൊരുക്കി മുടി കാണിച്ച് നിർത്തിക്കൊടുക്കുന്ന, വരുന്നവർക്കൊക്കെ സംസാരിക്കാന് അമ്മായിയുടെ മകന്റെ പേരക്കുട്ടിക്ക്, എളാപ്പാനെ കെട്ടിച്ചോടുന്ന് വരുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ കാണാൻ വേണ്ടി നേത്ര വ്യഭിചാരം ചെയ്യാൻ വേണ്ടി മുല്ലപ്പൂവും ചൂടിയിട്ട് അണിയിച്ചൊരുക്കി പന്തലിൽ നിർത്തി കൊടുക്കുന്ന വാപ്പയും ഉമ്മയും വ്യഭിചാരത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാകില്ല, വ്യഭിചാരശാല നടത്തിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്താ അതുകൊണ്ടൊക്കെയുള്ള മേച്ചം? നമ്മൾ നന്നാകാത്തിന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കുഴപ്പമാണിത്, വേറെ ആരും കുഴപ്പമില്ല. ദീൻ എന്ന് പറഞ്ഞത് പള്ളിയിൽ മാത്രമുള്ളതല്ല, അത് നമ്മുടെ വീട്ടിലും, അത് നമ്മുടെ നാട്ടിലും, അത് നമ്മുടെ യാത്രയിലും, കല്യാണത്തിലും, കാനോത്തിലും, നമ്മുടെ സൽക്കാരത്തിലും എല്ലാം നിൽക്കേണ്ടതാണ് പരിശുദ്ധ ഇസ്ലാം. അത് പ്രായോഗികമാണ്, എല്ലായിടത്തും പ്രായോഗികമാണ്, എല്ലായിടത്തും ഫിറ്റാണ്. ലജ്ജയെ മതത്തിന്റെ ഭാഗമായി പഠിപ്പിക്കുന്ന ഏക പ്രത്യയ ശാസ്ത്രമാണ് ദീനുൽ ഇസ്ലാം. ലോകത്ത് വേറെ ഒരു മതവും ഹയാ എന്നത് വിശ്വാസത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടില്ല. ലജ്ജ ഈമാന്റെ ഭാഗമായി ഇസ്ലാം ദീൻ മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ, വേറെ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകൾക്കിടയിൽ നിന്ന് ഹയാ എന്ന ലജ്ജ എടുത്തു പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. സോഷ്യലിസ്റ്റുകൾക്ക് അത് അറിയേണ്ട കാര്യമില്ല, കാരണം അവർക്ക് ലജ്ജ ചർച്ചാ വിഷയമല്ല. ഇത് ഈമാനുള്ളവർക്കല്ലാതെ വേറെ ആർക്കും പറഞ്ഞോട്ട് മനസ്സിലാവൂല, കാരണം അത് ഈമാനിൽ കണക്റ്റഡ് ആണ് ലജ്ജ. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ഹബീബുനാ റസൂലുള്ളാഹി. ലജ്ജ ഈമാന്റെ ഭാഗമാകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാന് നിങ്ങളുടെ കൂട്ടത്തിൽ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന പുതുക്ക പെണ്ണിനേക്കാൾ ലജ്ജയുള്ളവനാണെന്ന് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ലജ്ജയായിരുന്നു നബി തങ്ങൾക്ക്. കുപ്പായം ധരിക്കാതെ നബി തങ്ങളെ ആരും കാണുമായിരുന്നില്ല. പുണ്യനബി മറക്കിരുന്നത് ആരും കണ്ടിട്ടില്ല. മലമൂത്ര വിസർജനം നടത്തുന്നത് ആരും കണ്ടിട്ടില്ല. അങ്ങനെയാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പോലും നബി തങ്ങളുടെ ഔറത്ത് കണ്ട മനുഷ്യർ ഇല്ല. കാബം പുതുക്കി പണിയുന്ന സമയത്ത് കല്ല് കൊണ്ടുപോവാൻ വേണ്ടി
എല്ലാവരും വസ്ത്രമഴിച്ചുകൊണ്ട് തെരികയാക്കിയപ്പോഴും നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെയാണ്. നുബുവത്തിന്റെ മുമ്പ് പോലും പുണ്യനബിയുടെ ഔറത്ത് ആരും കണ്ടിട്ടില്ല. സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഞാൻ നബി തങ്ങളോടൊപ്പം ദീർഘനാൾ ജീവിച്ചിട്ടും എന്റെ കാണാൻ പറ്റാത്ത ഭാഗം നബി തങ്ങളോ നബി തങ്ങളുടെ കാണാൻ പറ്റാത്ത ഭാഗം ഞാനോ കണ്ടിട്ടില്ല. ആദാബുൽ ജിമായിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു പുതപ്പിനടിയിൽ കിടന്നുകൊണ്ടാണ് ജിമാ ചെയ്യേണ്ടത് എന്ന്. അങ്ങനെയാണ്, ഒരു പുതപ്പിനടിയിലാണ് ജിമാ ചെയ്യേണ്ടതെന്ന് ആദാബുൽ ജിമായിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം, പൂച്ചയെ പോലും അകത്ത് നിന്ന് പുറത്താക്കിയതിനു ശേഷം മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് കിടക്കാറുള്ളൂ എന്ന് ചരിത്രത്തിൽ കാണാം. പൂച്ചയെ പോലും പുറത്താക്കിയിട്ട്, അതാണ് ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജ എടുത്തു പോയി, അതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. ഈമാനിൽ കണക്ട് ചെയ്ത ലജ്ജ എടുത്തു പോയിട്ടുണ്ട്. ആണുങ്ങളുടെ നിന്നും പോയി, പെണ്ണുങ്ങളുടെ നിന്നും പോയി, എല്ലാവരുടെ നിന്നും പോയി. നമ്മളെ ഏറ്റവും വലിയൊരു ശ്രമം വേണ്ടത് ലജ്ജ തിരിച്ചു കൊണ്ടുവരാനാണ്. കാരണം ഇസ്ലാം ദീനിലല്ലാതെ വേറൊരു മതത്തിലും ഹയാ ആവശ്യമുള്ളതാണ് എന്ന ചർച്ചയില്ല. ഇലാഹിയായ മതത്തിലല്ലാതെ വേറെ എവിടെയും അത് ചർച്ചയില്ല. അതുകൊണ്ട് നമ്മളാണത് തിരിച്ചു കൊണ്ടുവരേണ്ടവർ, നമ്മളത് തിരിച്ചു കൊണ്ടുവരണം. അതൊരു വിജയത്തിന്റെ മാർഗമാണ്. ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളവനാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ളവൻ. ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളവളാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ളവൾ. അതുകൊണ്ട് ഇത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. ശരിക്ക് കുട്ടികളെയും പഠിപ്പിക്കണം. അപ്പോഴേ അവർക്ക് മറക്കാൻ തോന്നുള്ളൂ. കാണുന്നതിൽ ലജ്ജ വേണം, കാണാതിരിക്കുന്നതിൽ ലജ്ജ ഉണ്ടാവണ്ട. എങ്ങനെ ഇപ്പൊ കാണാതിരിക്കലേ നമുക്ക് മടി തോന്നണേ? എങ്ങനെയപ്പോ മുഖം കാണിക്കാതിരിക്കുക? അതൊരു ലജ്ജയാണ്. കാണുന്നതിൽ ലജ്ജയായിട്ട് അത് എന്ന് മാറുമോ അന്ന് നമുക്ക് വിജയം ഉണ്ടാവും. നമ്മളിന്ന് നമ്മളെ കുട്ടികൾ പഠിക്കണത് നമ്മളിൽ നിന്നാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഏതായാലും ഉസ്താദ് എങ്ങനെ ആയിപ്പോയി, കുട്ടികൾ നന്നാകാൻ വേണ്ടി ഒന്ന് ദ്വാരക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട് 100 റുപ്യ വയതിന് കൊടുത്തിട്ട് ആദ്യം നമ്മൾ നന്നാവാൻ തീരുമാനിച്ചാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവും. 100 റുപ്യ കൊടുത്തോളി, ദ്വാരന്നോളി, അതൊക്കെ വേണ്ട തന്നെയാണ്. എന്നാഞ്ഞിപ്പോൾ അതൊക്കെ നിർത്താൻ തീരുമാനിക്കണ്ട, അതൊക്കെ വേണം. അതിൻ്റെ ഒപ്പം നമ്മളൊന്ന് നേരാവാൻ തീരുമാനിക്കുകയും വേണം. നമ്മളൊരു നേരാവാൻ തീരുമാനിക്കണം. അന്ന് നമ്മളെ ഇസ്ലാമിക് സെന്ററിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പുടിയരച്ചതിന് ശേഷം സുബ്ഹി ഖളാ ആയത് ഓർമ്മയിലില്ല, എൻ്റെ ഉമ്മ അത്തിരി ഉഷാറായിരുന്നു എന്ന് പറഞ്ഞു. എന്തൊരു സന്തോഷമുള്ള വർത്താനാണത്, വലിയ സന്തോഷമുള്ള ഒരു വർത്താനാണത്. കുട്ടികളെ സുബഹിസ്കരിപ്പിക്കുന്നത് ഉമ്മയും വാപ്പിയും തന്നെയാണ്, വേറെ ആരുമല്ല. ആദ്യം നമ്മൾ നിസ്കരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ കണ്ട് നമ്മളെ കുട്ടികളും തയ്യാറാവും. ഗൾഫ് നാടുകളിൽ കുറച്ചൊക്കെ ഒരു മെച്ചമുണ്ട് കേട്ടോ. നാട്ടിൽ ആ വിഷയം ഇതിലേറെ പരാജയം. ഗൾഫിൽ കുറേയൊക്കെ ഒരു മെച്ചമുണ്ട് ആ വിഷയത്തിൽ, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. സുബഹിക്ക് നിൽക്കുന്ന വിഷയത്തിൽ മാറസുള്ളുണ്ട്. നാട്ടിൽ അതെന്ന് മാത്രമല്ല, നാട്ടിൽ ഇപ്പൊ എല്ലാ വക്തിനും പള്ളിയൊക്കെ പോകണം. നമ്മൾ വരെ നാട്ടിൽ പോയാലും അതിന് ഒഴിവിട്ടുന്നില്ല. ഒഴിവിട്ടായിട്ടാണെങ്കിൽ അത് വേറെ, പക്ഷെ ഒഴിവിട്ടിയാൽ തന്നെ പോകൂലെങ്കിൽ അവൻ എന്താ കാട്ടുക? ഒഴിവിട്ടണില്ല എന്നല്ലെങ്കിൽ വേറെ പല വഴിയുണ്ട്. പക്ഷെ ഒഴിവ് കിട്ടിയാലും നമ്മൾ പോകൂലാച്ച എന്ത് ചെയ്യും? അതൊരു പ്രശ്നം തന്നെയാണല്ലോ. അതുകൊണ്ട് ഫർദ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ, സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കണുണ്ടോ അത്ര കണ്ട് നമ്മളിൽ നിന്ന് അത് നമ്മളെ കുട്ടികൾക്ക് പകർന്നു കിട്ടും. നമ്മളെന്തൊക്കെ ചെയ്യണോ അതന്നെയാണ് കുട്ടികളെ നമ്മളടുത്ത് നിന്ന് അഭ്യസിക്കുന്നത്. ഓരോ കാര്യത്തിലും ആ ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. ഓരോ കുട്ടികളുടെ ഓരോ ചോദ്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളുടെ ഓരോ പെരുമാറ്റവും ശ്രദ്ധിക്കണം. ആദ്യഘട്ടത്തിൽ തിരുത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് തിരുത്താൻ കഴിയൂല. പല വിഷയവും അങ്ങനെയാണ്. ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് മോനെ അത് വേണ്ട, വലത്തെ കൈ കൊണ്ട് കുടിച്ചാൽ മതി എന്ന് പറയാൻ പറ്റണം നമുക്ക്. കൊഴിഞ്ഞു ചാടിയ ഭക്ഷണം എടുക്കാൻ മാപ്പിളാര് ഭക്ഷണം കഴിക്കുന്നതും അല്ലാത്തൊരു ഭക്ഷണം കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കാണണം. അദബുകളിൽ വെച്ച് ഏറ്റവും വലിയ അദബ് ഭക്ഷണത്തിന്റെ അദബാണ്. അദബുകളിൽ മര്യാദയിൽ വെച്ച് ഏറ്റവും വലിയ മര്യാദ ഭക്ഷണത്തിന്റെ മര്യാദയാണ്. ഭക്ഷണത്തിൽ മര്യാദ പാലിക്കുന്നവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുള്ളവനായിരിക്കും.
എല്ലാ അദബും മര്യാദയും നഷ്ടപ്പെടാറുള്ളത് ഭക്ഷണത്തിൻ്റെ അടുത്തെത്തിയാലാണ്. നമ്മൾ കഴിക്കണ ഭക്ഷണമൊന്നും നമുക്ക് ഉപകാരപ്പെടുന്നില്ല. എന്തേ കാരണം? ഗൗസുല്ലാദം പറഞ്ഞു അതിന്റെ കാരണം. സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാത്തതാണ് ഭക്ഷണം ഉപകാരപ്പെടാത്തതിൻ്റെ കാരണം. കുട്ടികൾക്ക് മുലപ്പാല് ഉപകാരപ്പെടുന്നതിൻ്റെ കാരണം കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്നല്ലാതെ ഖൽബിൽ വേറൊന്നുമില്ല എന്നതാണ്. കുട്ടി മുലടിക്കുമ്പോൾ കുട്ടിയുടെ ഖൽബിൽ അൽഹംദുലില്ലാഹ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ. നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാലും നാട്ടുകാരെ പറ്റി മുഴുവൻ പറഞ്ഞാലും അള്ളാഹിനെ പറ്റി ഒരു ഹർഫും പറയില്ല. ഭക്ഷണത്തോടുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്നുകിൽ ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം തന്ന അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കണം. നമുക്കൊരു ഉപകാരം കിട്ടിയാൽ ആ ഉപകാരത്തെ കുറിച്ച് സംസാരിക്കൽ അതിനോടുള്ളൊരു നന്ദിയാണ്. അപ്പൊ ഭക്ഷണത്തെക്കുറിച്ചുള്ള സംസാരം അതിനോട് ചെയ്യുന്നൊരു നന്ദിയാണ്, നല്ല സംസാരം. അല്ലെങ്കിൽ ഭക്ഷണം തന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരമാണ് വേണ്ടത്. ലഇൻ ശക്കർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്നഅദാബി ലശദീദ്. അതുകൊണ്ട് ഇലാഹിയായ ചിന്തകളിലേക്ക് നമ്മളും നമ്മുടെ കുടുംബവും മടങ്ങണം. അതിനാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നവരാവണം. നമ്മുടെ കുടുംബവും അങ്ങനെ ആവണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദീനിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കുടുംബത്തിലൂടെ എങ്ങനെ കൊണ്ടുവരണം. ആദ്യം ഭക്ഷണത്തിലെ മര്യാദ മുതൽ തുടങ്ങണം. ഭക്ഷണത്തിന് ഒരുപാട് മര്യാദകളുണ്ട്. 2 കൈയും കഴുകണം എന്നാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. കുട്ടികൾ അങ്ങനെ തന്നെ ശീലിപ്പിക്കണം. കൊഴിഞ്ഞു ചാടിയ ഭക്ഷണം ജുദാമിനും ജുനൂനിനും ബറസിനും മരുന്നാണെന്ന് മുഹമ്മദ് നബി. കൊഴിഞ്ഞാടിയ ഭക്ഷണം 3 അസുഖത്തിന് മരുന്നില്ല എന്ന് വിധി എഴുതിയ 3 രോഗത്തിന് ചികിത്സയാണ് കൊഴിഞ്ഞാടിയ ഭക്ഷണം. എന്തേലും പറയണ മനുഷ്യൻ പറഞ്ഞതല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വമാ യന്തിഖു അനിൽ ഹവാ, ഹവയെ കൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല, എനിക്കിഷ്ടമുള്ളത് പറയുന്ന ആളല്ല ഞാന്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഇൽമു യഖീനായ ഇൽമാണ്. അങ്ങനെ തന്നെയാണ്. കൊഴിഞ്ഞാടിയ ഭക്ഷണം 3 രോഗത്തിന് ചികിത്സയാണ്. ജുനൂനിനും ജുദാമിനും ബറസിനും, ഭ്രാന്തിനും വെള്ളപ്പാണ്ടിനും കുഷ്ഠരോഗത്തിനും ചികിത്സയാണ്. അങ്ങനത്തെ ഒരു മരുന്ന് നമ്മളെ പെരയിലുണ്ടായിട്ട് എന്താ നമുക്കത് കഴിച്ചാല്? അങ്ങനത്തെ ഒരു മരുന്ന്. പിന്നെ മാത്രമല്ല, ഒരു സാധനത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ എപ്പോഴും ശ്രമിക്കുക അതിലുള്ള ബർക്കത്തായിരിക്കും. ബർക്കത്ത് എത്ര കിട്ടിയാലും മതിയാകാത്ത സാധനമാണ്, ആർക്കും മതിയാവില്ല. അതുകൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം അവനാൻ്റെ പ്ലേറ്റ് കിടണം എന്ന് പറയണത്. ബർക്കത്ത് വേറെ ആൾക്ക് കൊടുക്കാൻ മാത്രം ഇല്ല. ബർക്കത്തില്ലാത്ത എല്ലാവരും കൊണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ബർക്കത്ത് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. അത് ഇനി എത്ര പ്രധാനപ്പെട്ട ആളാണെങ്കിലും മറ്റൊരാൾ കൊടുക്കാൻ മാത്രം ഇല്ല സാധനേ. അതുകൊണ്ട് ആദ്യത്തേതും അവസാനത്തവും നമ്മൾ തന്നെ എടുക്കണം. കിട്ടുമെങ്കിൽ ഇട്ടോ, തട്ടിപ്പറിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കിട്ടുമെങ്കിൽ നമ്മൾ തന്നെ എടുക്കണം. അവസാനത്തെ പറ്റി നമ്മൾ തന്നെ എടുക്കണം, ആദ്യത്തതും നമ്മൾ തന്നെ എടുക്കണം. കാരണം അത് രണ്ടും, ആദ്യത്തിനും അവസാനത്തിലുമാണ് ബർക്കത്ത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തിനാ പറ്റുക? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ മാത്രമൊന്നല്ല, എല്ലാറ്റിലും ഉണ്ട്, എല്ലാവരും ഉണ്ട്. മക്കളിൽ ബർക്കത്തുണ്ടല്ലോ. 10 മക്കളുണ്ട്, ആവശ്യ നേരത്തെ ഒറ്റൊന്നും ഉണ്ടായില്ല. ഒരു കുട്ടിയേ ഉള്ളൂ, എല്ലാറ്റിനും ഓൻ തന്നെ ഉണ്ട്. ബർക്കത്തിലുള്ള വ്യത്യാസമാണത്. ബർക്കത്തുണ്ടെങ്കിൽ 1,00,000 റുപ്യ ഉണ്ട്, 10 ലക്ഷം റുപ്യ കടമുണ്ട്. 300 റുപ്യ ആകുള്ളൂ, 100 റുപ്യൻ്റെ ആവശ്യമുള്ളൂ, 200 റുപ്യ ബാക്കിയുണ്ട്. ബർക്കത്തുകൾ തമ്മിലുള്ള വ്യത്യാസമാണത്. ബർക്കത്തുള്ള സാധനം കുറച്ച് മതിയാവും, ബർക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ട് ഒരു കാര്യമില്ല.
അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. ആയുസ്സിൽ ബർക്കത്തുണ്ടല്ലോ, ആയുസ്സിലൊരു ബർക്കത്തുണ്ട്, സമയത്തിൽ ബർക്കത്തുണ്ട്. സമയത്തിലൊരു ബർക്കത്തുണ്ട്. ഒരു ദിവസം രാവിലെ ബർക്കത്തില്ലാത്ത ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം ഒന്നിനും പറ്റൂല. ബറക്കത്തുള്ള ദിവസമാണെങ്കിലോ ഇന്ന് എന്തൊക്കെ നടന്നത് എന്ന് വൈകുന്നേരം കണക്കൂട്ടിയാൽ കിട്ടും. ഇന്നിപ്പോൾ എന്തൊക്കെ ഉണ്ടായി, കിട്ടും. ബർക്കത്തിൽ ഇന്നത്തെ ദിവസം ഒന്നും നടന്നില്ല, ബർക്കത്തില്ല ദിവസം. സുബ്ഹി നിസ്കാരം നഷ്ടപ്പെടുന്നവന് ബർക്കത്തില്ല. അത് നമ്മളെ കുട്ടിയേക്ക് നഷ്ടപ്പെട്ടാൽ കുട്ടിയേക്ക് ബർക്കത്തുണ്ടാവില്ല, വീട്ടിൽ നഷ്ടപ്പെട്ടാൽ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് മക്കളെ ആദ്യമായി പഠിപ്പിക്കേണ്ടത് അദബാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ വന്നു. നബി തങ്ങളുടെ സദസ്സിലിരുത്തി. അള്ളാന്റെ റസൂല് സഹാബത്തിനോട് സ്നേഹ സംസാരങ്ങൾ നടത്തുന്നതിനിടയിൽ ഒരു കടങ്കഥ ചോദിച്ചു. സഹാബ, കമ്പില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയാമോ സഹാബ? കമ്പില്ലാത്തൊരു മരത്തിന്റെ പേര് പറയാൻ പറ്റുമോ? മരം എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ഇങ്ങനെ കാട്ടുമരങ്ങളെ കുറിച്ച് ആലോചിച്ചു. മൂച്ചി, പിലാവ്, അതിനൊക്കെ കൊമ്പുണ്ട്, ഒരു ഐഡിയ ഇല്ല. അവസാനം അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, അല്ലാഹു റസൂലിനറിയാം. നബിതങ്ങൾ മറുപടി പറഞ്ഞു, സഹാബാദി തപ്പന മരമാകുന്നു. സദസ്സ് പിരിഞ്ഞു പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പാനോട് പറഞ്ഞു, വാപ്പാ, നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കതിൻ്റെ ഉത്തരം അറിയാമായിരുന്നു. ചോദിച്ചാൽ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഉത്തരം അറിഞ്ഞിരുന്നു പറഞ്ഞു. എടമ്മാനെ എന്തെടത് പറയാഞ്ഞ്? അതാണ് പറഞ്ഞിക്കുകയാണെങ്കിൽ വാപ്പാക്ക് എന്തൊരു അഭിമാനമായിരുന്നു. നാലാളിടയിൽ പറയണ്ടേ, ഇൽമല്ലേ, ചോദിച്ചാ പറയണ്ടേ. വാപ്പ 4 ഡയലോഗ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വാപ്പയായിരിക്കുന്ന നിങ്ങളും സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ ഞാനൊരു ചെറിയ കുട്ടി, അതിനെങ്ങനെ മറുപടി പറയാനാണ്? അതാണ് അദബ് എന്ന് പറഞ്ഞ സാധനം. വിവരമുള്ളതൊക്കെ പറയാന്നുള്ളതല്ല, അദബ് എന്ന് പറഞ്ഞ സംഗതി അതാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയണതൊക്കെ പറയാനുള്ളതൊന്നല്ല, പറയാനൊരു സ്ഥലം ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന് കിതാബുൽ ആദാബ് എന്നൊരു കിതാബുണ്ട്. അദബുകളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കിതാബ്. നമ്മളെ SKSFന്റെ സൈബർ വിങ് ആ കിതാബിനെ അടിസ്ഥാനമാക്കി അദബുകളെ കുറിച്ച് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം വരും. അത് വരും. നല്ല സോഫ്റ്റ്വെയറാണ്. അതിൽ പറയുന്നുണ്ട് ഗുരുവിനോട് കാണിക്കേണ്ട അദബുകൾ, ഗുരുവിനോട് കാണിക്കേണ്ട അദബുകൾ, വാപ്പാനോട് കാണിക്കേണ്ട അദബുകൾ, ഉമ്മാനോട് കാണിക്കേണ്ട അദബുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ ഇന്നലെ ഇവിടുന്ന് സദസ്സിന്ന് പോകുമ്പോ നബിയെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓനോട് എന്തെടാ അത് പറയാഞ്ഞു എന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു, എൻ്റെ വാപ്പയായ ഞങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ എങ്ങനെ അത് പറയാന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹസൻത്, അതാണ് ശരി. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചോദിച്ചതും അതിന് ഉത്തരം പറഞ്ഞതും ഉമർ ഖത്താബിനെ അത് പഠിപ്പിക്കാനാണ്. അത് ചോദിച്ചതും ആ ഉത്തരം പറഞ്ഞു എന്തിനാണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് എന്താണ് അദബ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെയായിരുന്നു. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അതുകൊണ്ട് മക്കളെ ആദ്യമായി പഠിപ്പിക്കേണ്ടത് അദബാണ്. അദബ് പറഞ്ഞാൽ മനസ്സിലാകണമല്ല, അദബ് കാണിച്ചാൽ മനസ്സിലാകുന്നതാണ്.
അദബ് പറഞ്ഞാൽ മനസ്സിലാകണമല്ല, അദബ് കാണിച്ചാലേ മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് അദബ് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. മക്കളെ ആദ്യമായി നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് അദബ് പാലിക്കാനാണ്. അത് ഭക്ഷണം മുതൽ തുടങ്ങണം. മദ്രസന്റെ അടുത്തുകൂടെ ഇങ്ങനെ പോവുകയാണ്, മദ്രസന്റെ അടുത്തുകൂടെ ഇങ്ങനെ പോവുകയാണ്. മോൻ പറഞ്ഞു വാപ്പാ ഇന്റെ മദ്രസാണ് അത് എന്ന് പറയുമ്പോ വാപ്പ പറഞ്ഞു കൊടുക്കണം, മോനെ ഇന്റെ മദ്രസ് എന്ന് പറയണ്ട, ഞങ്ങളെ മദ്രസ് എന്ന് പറയേ. അതാണ് അദബ്. എന്റെ മദ്രസ എന്ന് പറഞ്ഞ് എന്നിലേക്ക് ചുരുങ്ങലല്ല അദബ്, ഞങ്ങൾ എന്നതിലേക്ക് എത്തിച്ചേരലാണ് അദബ്. അതുകൊണ്ട് ആദ്യമായി പഠിപ്പിക്കേണ്ടത് അദബാണ്, എല്ലാറ്റിലുമാണത്. വസ്ത്രധാരണയിലെ അദബ് പഠിപ്പിക്കണം. വസ്ത്രധാരണയിൽ കുറെ അദബുണ്ട്. ഔറത്ത് മറഞ്ഞാൽ മാത്രം പോരാ, അദബ് കിട്ടാൻ ഔറത്ത് മറഞ്ഞാൽ മാത്രം പോരാ. കുട്ടികൾ നിലവിളിക്കുന്നുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലയെ മാത്രം കൊള്ളടോ, മറ്റേതെല്ലതും റോട്ടിൽ തള്ളടോ. അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹ്. അതുകൊണ്ട് വസ്ത്രധാരണത്തിലെ അദബ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഔറത്ത് പറഞ്ഞാൽ മാത്രം അദബാവൂല. വണ്ണത്തെയും രൂപത്തെയും അറിയിക്കുന്നത് അദബിനെതിരാണ്. പർദ്ദയാണെങ്കിൽ പോലും വണ്ണത്തെയും രൂപത്തെയും അറിയിക്കുന്നത് അദബിനെതിരാകുന്നു. അതുകൊണ്ട് അതും പരിശീലിപ്പിക്കേണ്ടതാണ്. പിന്നെ വസ്ത്രധാരണം ഗൾഫിൽ മാത്രം മതിയാകുന്നതുമല്ല, നാട്ടിലും കൂടി അങ്ങനെ തന്നെയാണ് വേണ്ടതും. അല്ലാഹു തആലയും അവന്റെ റസൂലും ഗൾഫിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കുക, നാട്ടിൽ ഇങ്ങനെ ധരിക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഔത്തും പുറത്തും വ്യത്യാസമുണ്ട്, പെരന്റെ ഉള്ളിലും പെരന്റെ പുറത്തും വ്യത്യാസമുണ്ട്. അതങ്ങനെ ചെയ്യാം. അല്ലാതെ മരിച്ചോടത്ത് പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും ഒരേമാതിരി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സ്ത്രീകൾ അവരുടെ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. അവിടെ കരിയായ മാക്സ് ഇടും. നമ്മളിപ്പോ ഇങ്ങനെ ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങാടി പോണവരാണ്, മാർക്കറ്റ് പോണവരാണ്, ഓഫീസിൽ പോണതാണ്. പലയാതി ലാമിനേഷൻ ചെയ്ത ആൾക്കാരും കാണുമ്പോഴും നമ്മൾ വിചാരിക്കും ഇൻ്റെത് പെരയിലുണ്ടല്ലോ എന്ന്. എന്നിട്ട് നമ്മളിങ്ങനെ വലിയ ആഗ്രഹത്തിൽ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ കരിയായ മാക്സ് ഇട്ടുങ്ങാണ്ട് പല്ലും തേക്കാതെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അവിടെയല്ലോ എല്ലാം നല്ല നിലക്കും കാണിക്കേണ്ടത്. സ്ത്രീകളെല്ലാവരും നല്ല പാട്ട് പഠിക്കണം, ഡാൻസ് പഠിക്കണം, ഒക്കെ പഠിക്കണം. എന്തിന്? ഭർത്താവിൻ്റെ മുമ്പിൽ കാണിക്കാനാണ്. പഠിക്കണം, അതൊക്കെ പഠിക്കണം. നന്നായി പാട്ട് പാടണം, എല്ലാം വേണം. സ്വന്തം ഭർത്താവിന് കാണിച്ചു കൊടുക്കാനാണത്. ഭാര്യമാര് ഏറ്റവും സ്വാലിഹത്തായ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് മൻ തസുറുഹു ഇദാ നദറത് എന്നാണ്. നോക്കിയാൽ സന്തോഷം തോന്നുന്ന ഭാര്യയാണ് ഏറ്റവും സ്വാലിഹത്തായ ഭാര്യ. ഓളാണ് കണ്ടാൽ തന്നെ പൊലിവ് കൊണ്ട് വരണം. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാറ് സൗറിൽ ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ നിന്ന് ഭയപ്പെട്ട സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വേഗത്തിൽ പോയത്. ടെൻഷൻ ഉണ്ടാവുമ്പോ പേരേക്കാണ് പോകാൻ പറ്റണം, അല്ലാതെ ടെൻഷനാണ് ഞാൻ അടുത്ത മാസേ പോണുള്ളൂ എന്ന് പറയാനല്ല. ഓളൻ കണ്ടാൽ സന്തോഷം വരണം. അതാണ് ഒരു ഭാര്യയുടെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യം നാട്ടുകാർക്കിടയിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല, ഭർത്താവിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ളതാണ്. മാക്സിമം അണിഞ്ഞൊരുങ്ങേണ്ടത് ഭർത്താവിൻ്റെ മുമ്പിലാണ്.
അതുകൊണ്ട് ഇസ്ലാമികമായ വസ്ത്രധാരണം എന്ന് പറഞ്ഞത് ഗൾഫിക്ക് മാത്രമുള്ളത് എല്ലാ നാട്ടിലും കൂടി ഉള്ളതാണ്. മക്കളിലും ശീലിപ്പിക്കണം. നമ്മളത് കണ്ടിട്ടാണ് മക്കൾ പഠിക്കുക. വ്യഭിചാരത്തിന്റെ ശിക്ഷയെ നല്ലോണം ആലോചിക്കണം. അദബ് പഠിപ്പിക്കണം. അദബ് പഠിയണമെങ്കിലോ, അദബ് പഠിയണമെങ്കിൽ എന്തു വേണം? അദബ് പഠിയണമെങ്കിൽ ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. നമ്മളീ അധ്വാനിക്കണതൊക്കെ, നമ്മളീ കഷ്ടപ്പെടുന്നതല്ല, നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ്. സൂപ്പർ മാർക്കറ്റിക്ക് ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ 2 ജോലിക്കാർ, 2 പെണ്ണുങ്ങൾ ആവശ്യമുണ്ട്. 10 പെണ്ണുങ്ങൾ ഇന്റർവ്യൂവിന് വന്നാലേ തൊലിവെളുപ്പുള്ള പെണ്ണിനെയാണ് സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് സെലക്ട് ചെയ്യുക. മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കിയിട്ട് അത് മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് മരിച്ചുപോയതിൻ്റെ ശേഷം കബറിങ്ങ വന്ന് മക്കള് ദ്വാരക്കണ സ്വാലിഹായ സന്താനമാവണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ചിരട്ടെടുത്തിട്ട് അങ്ങാടി കൂടെ തെണ്ടിയിട്ടാണ് ഹലാലും തൊയ്യവുമായ മുതൽ കിട്ടണമെങ്കിൽ ആ പൈസ കൊടുത്തിട്ട് മക്കളെ വളർത്തിയാൽ കബറിങ് വന്നത് ആർക്കും. സമ്പത്ത് ഹലാലും തൊയ്യവുമായില്ലെങ്കിൽ 3 വിപത്തുകൾ മാതാപിതാക്കൾക്ക് വരുന്നതാണ്. മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലും തൊയ്യവുമായില്ലെങ്കിൽ 3 വിപത്ത് മക്കളിൽ നിന്ന് മാതാപിതാക്കൾ അനുഭവിക്കണം. ഒന്നാമത്തെ വിപത്ത് മക്കൾക്ക് അംഗവൈകല്യമുണ്ടാകുന്നതാണ്. മക്കൾക്ക് അംഗവൈകല്യം ഉണ്ടാവും. ഹോട്ടൽ നടത്തുകയാണ്. എത്രയോ സ്വാലിഹായ മനുഷ്യന്മാരാണ് ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ബേക്കറി നടത്തുകയാണ്, കൂൾബാർ നടത്തുകയാണ്, ചായക്കടയാണ്, ചായമക്കാനിയാണ്, പെട്ടിപ്പീടിയാണ്. എത്രയെത്ര സ്വാലിഹീങ്ങളാണ് വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നത്. അവരുടെ വയറിലേക്ക് മ്ലേച്ഛമായ വസ്തുവിനെ കടത്തിവിട്ടാൽ അവന്റെ കുടുംബത്തിലേക്ക് അല്ലാഹു മ്ലേച്ഛമായത് കൊണ്ടുവരുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് സമ്പത്ത് ഹലാലും തൊയ്യവുമായില്ലെങ്കിൽ മക്കളിൽ അനുഭവിക്കേണ്ടി വരും. തീർച്ച കാര്യം ഉറപ്പാണ്. ആ കാര്യം ഉറപ്പാണ്. 1 അംഗവൈകല്യം മക്കളിൽ പിടികൂടും. 2 ബുദ്ധിവൈകല്യം മക്കൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. സമ്പത്ത് ഹലാലും തൊയ്യവുമായില്ലെങ്കിൽ മക്കൾക്ക് ബുദ്ധിവൈകല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അന്റെ മുതൽ മാത്രം നോക്കിയാ പോരാ, അനന്തരമായി കിട്ടിയ വാപ്പാന്റെ മുതലിൽ ഹറാമ് കലർന്നിട്ടുണ്ടെങ്കിലും മക്കള് ബുദ്ധിയില്ലാത്തവരാവാൻ സാധ്യതയുണ്ടേ. ഞാനല്ലല്ലോ, വാപ്പാന്റെ വാപ്പല്ലേ എന്നാലോചിച്ചിട്ട് കാര്യമില്ല. മൂസ നബി അലൈഹിസ്സലാമും ഖിളിർ നബി അലൈഹിസ്സലാമും കൂടി യാത്ര ചെയ്തപ്പോ ഒരു മനുഷ്യന്മാരുടെ മതില് നന്നാക്കി കൊടുത്തു. മൂസ നബി അലൈഹിസ്സലാമിന് ദേഷ്യം വന്നിട്ട് ഖിളിർ അലൈഹിസ്സലാമിനോട് മതില് നന്നാക്കിയതിനെ പറ്റി ചോദിച്ചു. ഭക്ഷണം ചോദിച്ചപ്പോ ആ നാട്ടുകാർ കൊടുത്തില്ല. അതുകൊണ്ട് മൂസാ നബിക്ക് ഓല മതില് നേരാക്കി കൊടുത്തപ്പോ ദേഷ്യം വന്നു. മൂസാ നബി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നമ്മക്കത് കരാറെടുത്ത് കണ്ട് ചെയ്തു തരാന്നില്ല, എന്നാ ഒജീനം കഴിക്കാനുള്ള ഭക്ഷണം കിട്ടിയെന്ന് പൈസ കിട്ടിയെന്നില്ലേന്ന് ചോദിച്ചു. കരാറിന് കണ്ട് നമുക്ക് ചെയ്യാൻ മതിയായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അതുകൊണ്ട് ചെയ്തതല്ല. വകാന അബൂഹുമാ സ്വാലിഹാ, ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞു കൊടുത്ത് അത് ആ കുട്ടികളുടെ നേരെ വാപ്പയല്ലെന്നും 3ാമത്തെ വല്ലിപ്പയാണെന്നും തഫ്സീറിൽ കാണാം. അതാ കുട്ടികളെ 3ാമത്തെ വല്ലിപ്പായിരുന്നു. അതുകൊണ്ട് അനന്തരമായി കിട്ടിയ മുതലിൽ ഹറാമ് കലർന്നിട്ടുണ്ടെങ്കിലും മക്കളിൽ അതിൻ്റെ വിപത്തുകൾ കാണാവുന്നതാണ്. 10 ഉള്ളതിൽ 1 പൊട്ടനേക്കാരം. റിസൾട്ട് ആരോടും പറയണ്ട, നിങ്ങൾ സർവേ നടത്തിക്കോളി. റിസൾട്ട് ആരോടും പറയണ്ട വെച്ചാൽ മതി.
ഹലാലും ത്വയ്യിബുമായ മുതല് മക്കൾക്ക് തിന്നാൻ കൊടുത്തില്ലെങ്കിൽ മൂന്നാമതായി ചിന്താപരമായ വൈകല്യം മക്കളെ പിടികൂടുന്നതാണ്. ഒന്ന് അംഗവൈകല്യം, രണ്ട് ബുദ്ധി വൈകല്യം, മൂന്ന് ചിന്താപരമായ വൈകല്യം പിടികൂടും. എന്താ ചിന്താപരമായ വൈകല്യം? ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞാൽ വാപ്പ മരിച്ചു പോയാല് കബറിങ് വന്നിട്ട് ഒരു ഫാത്തിഹ ഓതാൻ മോനെ കിട്ടൂല. അതന്നെ ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞാല്. മക്കൾ മുഅ്തദികളാകുന്നതിൽ നിർബന്ധമായും പരിശോധിക്കേണ്ടത് സമ്പത്തിന്റെ അവസ്ഥയാണ്. ഒരു മോലേരുട്ടി കട്ടു എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ടത് ഓൻ ഏത് പെരയിലായിരുന്നു ചെലവ് എന്നാണ്. ഫസ്റ്റ് അന്വേഷിക്കേണ്ടത് അതാണ്. പഴയകാലത്തെ ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ ചില തറവാട് വീടുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കമ്മിറ്റിക്കാരൊക്കെ വലിയ പുരോഗതിക്കാരായപ്പോ എല്ലാ പേരെയൊന്നും ചെലവ് വേണം എന്ന് നിയമം പാസാക്കി. എല്ലാ പേരെയൊന്നും കിട്ടുന്ന ഭക്ഷണം അങ്ങനെ തിന്നാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഭക്ഷണം വളരെ പ്രധാനമാണ്. ഹലാലും ത്വയ്യിബും ആയിരിക്കണം, അനുവദിക്കപ്പെട്ടതും നല്ലതുമായിരിക്കണം കഴിക്കുന്ന ഭക്ഷണം. ഹറാമിന്റെ കലർപ്പുണ്ടാകാൻ പാടില്ല. ഹറാമ് ഭക്ഷിച്ചാൽ മക്കൾ നേരാവില്ല, ഉറപ്പാ. ഇതൊക്കെ നമ്മൾ കുട്ടികളെ ശരിക്കും ഇങ്ങനെ പഠിപ്പിക്കണം. നമ്മള് മൊബൈൽ ഉപയോഗിക്കണത് നോക്കിയിട്ട് തന്നെയാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത് നോക്കിയിട്ടാണ് കുട്ടികൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. നമ്മളെ മാതിരി പഴയമായിരുന്നല്ല. ഇപ്പോൾ കുറച്ച് പറഞ്ഞാൽ തന്നെ നല്ലോണം മനസ്സിലാവും. ഒരിക്കൽ കണ്ടാൽ മതി, ഓൽക്ക് വേഗം മനസ്സിലാവും. നമ്മളൊക്കെ തന്നെ മൊബൈൽ കിടന്നപ്പോൾ കുട്ടികളെടുത്ത് നേരാക്കാൻ കൊടുക്കല്. ഓലത് വേഗം നേരാക്കി തരും. കാരണം എന്താ? നല്ല ബുദ്ധിയാണ് കുട്ടികൾക്ക്. നമ്മൾ പറയും പോലെ ഒന്നല്ല, ഭയങ്കര ബുദ്ധിയാണ്. നമ്മൾ ചെയ്യണ ഓരോന്നും അവർ നോക്കുന്നുണ്ട്. നമ്മൾ എത്ര സമയം വാട്സാപ്പിൽ ഇരിക്കുന്നുണ്ട്, നമ്മൾ എത്ര സമയം ഫേസ്ബുക്കിൽ ചിലവാക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് തന്നെയാണ് കുട്ടികളും അതിൽ സമയം ചിലവാക്കുന്നത്. അതുകൊണ്ട് നമുക്കതിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ കുട്ടികൾക്കുണ്ടാവും. നമ്മളെങ്ങനെയാണ് പൈസ ചിലവാക്കണത് നോക്കിയിട്ട് തന്നെ ഓലും ചിലവാക്കണത്. സ്വതക്ക കൊടുക്കുന്നവന്റെ മക്കളാണ് സ്വതക്ക കൊടുക്കുന്നവർ ആകാറുള്ളത്. ഓലെന്നെ മുതലാളിമാരും ആകലിട്ടോ. സ്വതക്ക കൊടുക്കാത്തൊരു മനുഷ്യൻ മുതലാളിയാകൂല. ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്ക കൊടുക്കലാണ്. 1-ന് 10 കിട്ടുന്ന വേറെ ഒരു ബിസിനസ്സും ഇല്ല. 1 ലക്ഷത്തിന് 10 ലക്ഷം ലാഭം കിട്ടുന്ന വേറെ ഒരു ബിസിനസ്സും അള്ളാന്റെ ദുനിയാവിൽ ഇല്ല. 100% ഉറപ്പാണ്. മാക്സിമം പലിശ 17% കിട്ടുള്ളൂ. 100% കിട്ടിയാൽ 1 ലക്ഷത്തിന് എത്രയേ ഉള്ളൂ? 2 ലക്ഷമേ ഉള്ളൂ. എന്നാലും 10 ലക്ഷം ആവില്ല. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്ക കൊടുക്കലാണ്. വാപ്പാര് സ്വതക്ക കൊടുത്താലേ മക്കൾ സ്വതക്ക കൊടുക്കുക എന്ന ശീലം വരുള്ളൂ. ഓനെന്നെ ഉണ്ടാവും ചെയ്യുള്ളൂ. പിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മിതവ്യയം ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞോടത്ത് 2 കാര്യം ഒഴിവാണ്. ചില ധാരണ പശകൾ നമുക്കുണ്ട്. 2 കാര്യം ഒഴിവുണ്ട്. ഒന്ന്, മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെ കൊണ്ട് മാക്സിമം എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അതന്നെ കൊടുക്കേണ്ടത്. അവിടെ അരക്കത്രം കാണിച്ചിങ്ങാണ്ട് അമിതമായി ചെലവാക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. നമ്മളെ കൊണ്ട് എത്ര നന്നായിട്ട് ഒരാളെ സൽക്കരിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് സൽക്കരിക്കണം. തിന്നണോ ശ്രദ്ധിക്കണം, കൊടുക്കണതിനൊരു ശ്രദ്ധ ആവശ്യമില്ല. അങ്ങനെ. രണ്ടാമത്, സ്വതക്ക കൊടുക്കണോടത്ത് മിതവ്യയം ആവശ്യമില്ല. സ്വതക്ക കൊടുക്കണോടത്ത് അമിതവ്യയം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. എത്ര കൊടുത്താലും ഓർവൂല. തബൂക്ക് യുദ്ധം കഴിഞ്ഞതിന് ശേഷം മൂത്തത് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിരിവെടുത്താണ്. വയത് പറഞ്ഞിട്ട് പിരിക്കുകയാണ്. നല്ല പ്രയാസമുള്ള സമയത്താണ് മൂത്തത് യുദ്ധം നടക്കുന്നത്. സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ യുദ്ധത്തിന് പോവുകയാണ്. അനിവാര്യമായ സാഹചര്യത്തിൽ യുദ്ധത്തിന് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിട്ട് തരാൻ പറ്റിയ അത്രയും കൊണ്ടുവരണം. പ്രമുഖരായ സ്വഹാബികളെല്ലാം വീട്ടിലേക്ക് പോയി. എല്ലാവരും മടങ്ങി വന്നു. ആദ്യം വന്ന സ്വഹാബിയോട് നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ അത്രയും കൊടുത്തിട്ടുണ്ട്. 4000 ദിർഹം കൊണ്ടുവന്നിട്ടുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഇനി വീട്ടിൽ എന്താണുള്ളത്?
അള്ളാന്റെ റസൂലേ, വീട്ടിൽ ഇത്രയും കൂടി ഉണ്ട് നബിയേ, ഭാര്യക്കും മക്കൾക്കും അത്രയും കൂടി ഉണ്ട് പറഞ്ഞു. പടച്ചോനെ, ഇവന് കൊടുന്നതിലും വീട്ടിൽ വെച്ചതിനും ബർക്കത്ത് കൊടുക്കണേന്ന് തോരുന്നു. പിന്നെ വന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു. ചില്ലറ പൈസ ഉണ്ട് കയ്യില്, അത് കൊടുത്തു. നബി തങ്ങൾ അത് നോക്കിയിട്ട് ചോദിച്ചു, അല്ലയോ അബൂബക്കറിന് സിദ്ദീഖ്, വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും ഇനി എന്താണുള്ളത് സിദ്ദീഖ്? സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും ഇതിനേക്കാൾ ഖൈറായതുണ്ട് നബിയേ, ഇതിനേക്കാൾ ഖൈറായതുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അല്ല സിദ്ദീഖേ, ഇതിനേക്കാൾ ഖൈറായത് എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടില് അള്ളാഹുവും അവന്റെ റസൂലുമല്ലാതെ മറ്റൊന്നുമില്ല നബിയേ. ഇത് കേട്ട് നിന്നിരുന്ന സഹാബത്ത് പറഞ്ഞു, ദുനിയാവിൽ ആരെ തോൽപ്പിക്കാൻ കഴിഞ്ഞാലും സിദ്ദീഖിനെ തോൽപ്പിക്കാൻ കഴിയില്ല. എത്ര കൊടുന്നാലും കൊടുന്നത് പെരയിലുള്ളതിന്റെ പകുതിയാണ്, എന്നാൽ സിദ്ദീഖ് കൊണ്ടുവന്നത് വീട്ടിലുള്ളത് മുഴുവനുമാണ്. അതാണ് സംഗതി, അതാ സംഗതി. ഇവിടെ പിരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ പറ്റിയ വിഷയമാണ് സ്വതക്കനെ കുറിച്ചിട്ട്. പിരിവ് മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നത് അടുത്തത് ഇനി മൂപ്പര് സ്ഥാപനത്തിന്റെ കാര്യം പറയുമെന്ന്. ഇല്ല, ഇവിടെ അങ്ങനെ പറയാനില്ല. ഇത് ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ കൊടുത്താൽ മതി. മനുഷ്യൻ മരിക്കുമ്പോൾ ചോദിക്കണത് സ്വതക്ക കൊടുക്കാൻ 1 മിനിറ്റ് തരുമെന്നാണ്. മരിക്കുമ്പോൾ മനുഷ്യൻ ചോദിക്കും, എല്ലാവർക്കും അറിയണ ആയത്ത് ഒതിക്കോളി, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. മരിക്കുമ്പോ മനുഷ്യൻ ചോദിക്കുന്നത് വസിയ്യത്ത് ചെയ്യാൻ എന്നല്ല, കുട്ടികളോട് ചില കാര്യം പറയാനുണ്ടായിരുന്നു എന്നല്ല, 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്നല്ല, 1 സെക്കൻഡ് തരുമോ സ്വതക്ക കൊടുക്കാൻ എന്നാ ചോദിക്ക മനുഷ്യൻ മരിക്കുമ്പോ. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. 1 സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാവുന്ന ഒരമലാണ് സ്വതക്ക കൊടുക്കല്. സ്വതക്ക കൊടുത്ത് ഞാൻ സ്വാലിഹായി കൊള്ളാം എന്നാണ് പറയണത്. അതുകൊണ്ട് മക്കളെ സ്വാലിഹീങ്ങളാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർ മക്കൾക്ക് സ്വതക്ക കൊടുക്കൽ ശീലിപ്പിക്കണം. 1 സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാവുന്ന വേറൊരു അമലുമില്ല സ്വതക്ക കൊടുക്കലല്ലാതെ. അതുകൊണ്ട് മക്കൾക്ക് സ്വതക്ക കൊടുക്കാൻ ശീലിപ്പിക്കണേ. 1 സെക്കൻഡ് മതി സ്വാലിഹാവാൻ, 1 സെക്കൻഡ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മിതവ്യയം ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാല് സ്വതക്ക കൊടുക്കുന്നിടത്തും സദ്യ കൊടുക്കുന്നിടത്തും അത് ബാധകല്ല, അത് മാക്സിമം കൊടുക്കണം. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അമിതമായി ചെലവാക്കാതെ ആവശ്യത്തിന് മാത്രം ചെലവഴിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകള്, ഞമ്മക്ക് ആവശ്യമുള്ള സംഗതി ഓക്കെ, ഞമ്മക്ക് ആവശ്യമുള്ളത് ഓക്കെ, വേറൊരു തൊഴിൽ ഉണ്ടായതിൻ്റെ പേരിൽ ഞമ്മക്ക് ആവശ്യമില്ലെങ്കിലും വാങ്ങാന്നുള്ള സ്വഭാവം ഒഴിവാക്കണം. നമ്മളെ കൗമ് മാത്രമാണ് ആ പരിപാടി ചെയ്യണത്. ബാക്കി ആരാണെങ്കിലും ആവശ്യത്തിനേ വാങ്ങുള്ളൂ. ഒരമുസ്ലിം ആയൊരു, നമ്മൾ നാട്ടിൽ ഒരുപാട് മുസ്ലിങ്ങളില്ലേ, 500 റുപ്യയിലേറെ വിലയുള്ള ചുരിദാർ അവർ ധരിക്കലില്ല. അത്യാവശ്യം കാണാൻ ചേരും ചുരുക്കം അതുണ്ടാവുമല്ലോ. അതേ സാധനം നമ്മൾ 3000 റുപ്യ കൊടുത്തിട്ടാണ് വാങ്ങുക. സാധനം അതന്നെ. കാരണം നമ്മളെ കണ്ടാ അറിയാം എന്ത്, നമുക്ക് 500-ൻ്റെത് വേണ്ട 3000-ൻ്റെ മതിന്ന് ഒരേ സാധനത്തിന് 2 റേറ്റ് ഇട്ടിട്ടുണ്ടാവും. എത്ര മുന്തിയ സാധനമാണെങ്കിലും 500-ൻ്റെ നമുക്ക് വേണ്ട, 3000-ൻ്റെതേ നമുക്ക് വേണ്ടുള്ളൂ. നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്നത് ഏതാണെന്നും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് ഏതാണെന്നും ഒന്നും നമ്മൾ ആലോചിക്കലില്ല. കടം വാങ്ങിയിട്ടാണെങ്കിലും വേണ്ടില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളിടത്താണ് നമ്മളുള്ളത്. ആവശ്യത്തിന് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യൻ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് കടം വന്നാലും, മരുന്ന് വാങ്ങിയിട്ട് കടം വന്നാലും,
പെരണ്ടാക്കിയിട്ട് കടം വന്നാലും ഒരു സമാധാനം ഉണ്ടാവും. അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു പെരണ്ടാക്കിയപ്പോൾ കടം വന്നതാണ്, ഓനൊരു സമാധാനം ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ എൻ്റെ പെരയും കൂടി ഉണ്ടല്ലോ. മരുന്ന് വാങ്ങിയിട്ട് കടം വന്നതാണെങ്കിൽ വാപ്പാനെ നല്ലോണം നോക്കിയല്ലോ ഞാൻ, പിന്നെ കുറച്ച് കടം വന്നാൽ എന്താന്നൊരു തോന്നൽ ഓനുണ്ടാവും. കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ടാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എൻ്റെ കുട്ടികൾ അല്ലലും അലറ്റതും ഇല്ലാതെ കഴിഞ്ഞു കൂടുന്നുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാവും. ഈ മൂന്നും അല്ലാത്ത എന്തിന് നമ്മൾ കടം വാങ്ങിയാലും പേരെടുക്കാനും പ്രൗഢി എടുക്കാനും മറ്റുള്ളവരെ കാണിക്കാനും ഒക്കെ കടം വാങ്ങിയിട്ട് നമ്മളിങ്ങനെ നരകയാതന അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യം എന്താ? അള്ളാഹു തആല നമുക്ക് ജീവിക്കാൻ മാത്രമുള്ള വരുമാനമൊക്കെ നമുക്ക് തരുന്നുണ്ട്. വരുമാനം കൂട്ടിത്തരുമ്പോൾ അള്ളാഹു ആവശ്യവും തരുന്നുണ്ട്. നമുക്കൊന്ന് മനസ്സിലാക്കായിട്ടാണ്. വരുമാനം കൂട്ടി തരുന്നതിനനുസരിച്ച് അള്ളാഹു തആല ആവശ്യം തരുന്നുണ്ട്. വരുമാനം കുറയുന്നതിനനുസരിച്ച് ആവശ്യം അള്ളാഹു കുറച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കേണ്ടത് മിസ്കീനായി ജീവിക്കാനും മിസ്കീനായി മരിക്കാനും നാളെ മിസ്കീന്മാരുടെ ഒപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് നല്ലത്. നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്, ഏറെ വേണ്ട, കുറച്ചേറെ വേണം സക്കാത്ത് കൊടുക്കാനും സദഖ കൊടുക്കാനും. മുതലുണ്ടാവാനുള്ള ദുആ എങ്ങനെ? മുതലുണ്ടാവാനുള്ള ദുആ, അല്ലാഹുവേ എനിക്ക് ധാരാളമായി സദഖയും സക്കാത്തും കൊടുക്കാൻ അവസരം തരണേ എന്നാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ധാരാളം സദഖയും സക്കാത്തും കൊടുക്കാൻ അവസരം തരട്ടെ. അതാണ് ശരിക്കും ദുആ. ഓൻ്റെ മുതലുകൊണ്ട് ഓൻ അടങ്ങാറാവൂല, ഓൻ്റെ മുതലുകൊണ്ട് ഓൻ അടങ്ങാറാവൂല, അതുറപ്പ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിച്ച് നീങ്ങണം. 10,000 രൂപ കള്ളനും സൂക്ഷിക്കും, 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തഖിയാവണം. എല്ലാ ആഴ്ചയിലും 2 തവണ കേൾക്കുന്ന വസിയ്യത്താണ്, യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. മനുഷ്യരെ, മുഅ്മിനീങ്ങളെ, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹനെ പേടിക്കണം കേട്ടോന്ന് എല്ലാ വെള്ളിയാഴ്ചയും 2 വട്ടം കേൾക്കും നമ്മൾ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാവണം. അതിൻ്റെ ഓരോ കാര്യവും ചെയ്യണം. ചെറിയ ചെറിയ അമലുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ ഓതുന്ന വീടുകളായി നമ്മുടെ വീട് മാറണം. ഖുർആൻ ഓതാത്ത വീടിലൊരു ബർക്കത്തുമില്ല, ഒരു ബർക്കത്തുമില്ല. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദരിദ്രരാവാതിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. 5 മിനിറ്റ് മതി. മൻ ഖറാ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. ഒരാൾ ഒരു ദിവസം രാത്രി ലൈലത്തു സൂറത്തുൽ വാഖിയ ഒരു പ്രാവശ്യം ഓതിയാലേ അവനൊരിക്കലും ദാരിദ്ര്യം വരൂലാന്ന് മുഹമ്മദ് നബി. ഏത് നബി? കുറഞ്ഞ ഭക്ഷണം കൊണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടും ഭക്ഷണം ബാക്കിയാക്കിയ നബി. വമിനൽ യസീരി സഖാ വഅത്അമ ജൈശഹു ഹത്ത ക്തഫ വയസിറുഹു ലം യൻഫദി. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി. കുറഞ്ഞ ഭക്ഷണം ആകെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു. വമിനൽ യസീരി കുറഞ്ഞ വെള്ളം ഉണ്ടായതുള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു. വമിനൽ യസീരി സഖാ കുറഞ്ഞ ഭക്ഷവെള്ളം കൊണ്ട് എല്ലാവർക്കും കുടിപ്പിച്ചു. വാത്വാമ ഭക്ഷണവും കൊടുത്തു. ജയ്ഷഹു തന്റെ സൈന്യത്തിന്. ഹത്തക്ക് തഫൗ തന്നെ ഉള്ളത് തിന്നോളിന്നല്ല, മതിയാകുന്നത് വരെ കൊടുത്തു. ഹത്തക്ക് തഫൗ അവർക്ക് മതിയാകുന്നത് വരെ. വയസീറോ എന്നിട്ടും കുറച്ച് ലം യൻഫദി തീരാതെ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനത്തെ മനുഷ്യൻ പറയാണ്, നിങ്ങൾക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ ഒരു 3 മിനിറ്റ് മാറ്റിയേക്ക്. എല്ലാ ദിവസവും എന്തേ പിന്നെ പ്രശ്നം പറ്റിയത്? പ്രശ്നം അതൊന്നും പോതിയിട്ട് നമ്മളത് തീരുന്നുള്ളത് നമുക്ക് ഈമാനായില്ല എന്നുള്ളതാണ് പ്രശ്നം. സൂറത്തുൽ വാഖിയ ഒന്ന് ഓതിയിട്ട് ഇപ്പോൾ ഞമ്മക്കണ്ടാവൂല. ആ നേരം കൂടിയും പോയിട്ട്
വേറെന്തേലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടി ആകുമല്ലോ എന്ന് നമുക്ക് തോന്നിയത്. ഈമാനായില്ല എന്നുള്ള തന്നെ പ്രശ്നം. ആ ഹദീസിൽ വേറെ വലിയൊരു കാര്യമുണ്ട്. എന്താ ഞങ്ങള് ലം യജിദുഹു ഫാഖത്തുൻ, അവന് ദാരിദ്ര്യം എത്തുകയില്ല അബദൻ, ഒരു കാലത്തും. ഒരു കാലത്തും എന്ന് പറഞ്ഞാല് ദുന്യാവിൽ മാത്രല്ല, ആഖിറത്തിലും അവന് ദാരിദ്ര്യം എത്തൂല. ആഖിറത്തിലൊരു ദാരിദ്ര്യം ഉണ്ട്. നമ്മളിങ്ങനെ ചെല്ലണത് കുറെ നിസ്കാരവും കുറെ നോലുമ്പും ഇടക്കിടക്കും ഉംറയും സ്വതക്കയും സക്കാത്തും ഖുർആൻ ക്ലാസും ഒക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ്. ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ലെങ്കിലോ? അത് സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രി ഓരോട്ടോ ഓതുനന് വരൂല. അബദൻ എന്ന് പറഞ്ഞാൽ കാലാകാലം എന്നാണ്. ദുനിയാവിലും വരൂല, ആഖിറത്തിലും വരില്ല. പിന്നെന്താ ഓതിയാല്? തബാറക സൂറത്ത് ഒരു ദിവസം ഒരാൾ ഓതിയാൽ അവൻ ഖബറിലെ ഇടുക്കത്തെ തൊട്ട് സലാമത്താകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തബാറക സൂറത്ത് വളരെ പ്രധാനമാണ്. ഖബറിലെ ഇടുക്കം, ഖബർ എന്ന് പറഞ്ഞാൽ മഹ്ശറയിലേക്കുള്ള ആദ്യത്തെ വീടാണ്. അതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം മെച്ചമാ, അല്ലാതിരുന്നാൽ ജീവിതം ബഹു കഷ്ടമാ. ഖബറിലാണ്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഖബറിൽ സലാമത്താവണം. തബാറക ഓതിയാ മതി. രണ്ടിനും കൂടി 3-4 മിനിറ്റ്, 5 മിനിറ്റ് കൂട്ടുക. എത്ര വലിയ കാര്യമാണത്. അതിന് 5 മിനിറ്റ് എടുത്താലും നമുക്ക് എന്താ കുഴപ്പം? ആണുങ്ങൾ ഓതണം, പെണ്ണുങ്ങൾ ഓതണം. ഖുർആൻ ഓതുന്ന വീടുകളായി നമ്മുടെ വീട് മാറണം. ഖുർആൻ ഓതുന്ന വീടായിട്ട് മാറണം. നമ്മുടെ ഭരണഘടനയാണ് ഖുർആൻ ഷരീഫ്. ഖുർആൻ ഓതിയില്ലെങ്കിൽ ജീവൻ ഉണ്ടാവില്ല. ജീവനില്ലാത്ത ശവം എത്ര ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് വീടുകൾക്ക്, കുടുംബത്തിന് ജീവൻ നിലനിൽക്കണമെങ്കിൽ ഖുർആൻ ഓതുന്ന വീടും ഖുർആൻ ഓതുന്ന കുടുംബവും ആയിരിക്കണം. വളരെ പ്രധാനം. എങ്ങനെ ഓതണം? അപ്പൊ എന്നാ ഖുർആൻ ഓതണം. എന്നാ എന്നും രാവിലെ നീച്ച ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ റബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ് അല്ല. വറത്തിലിൽ ഖുർആന തർതീല. ഇന്ന് ഓതിയതിന്റെ ബാക്കി നാളെ, നാളെ ഓതിയതിന്റെ ബാക്കി മറ്റന്നാള്. അടയാളം വെച്ചോതണം. അടയാളം വെച്ചോതിട്ടോ ഖുൽ റബ്ബിൻ നാസിന്റെ അവിടെ എത്തുമ്പോ ഖത്തം തീർന്ന് ദ്വാരക്കണം. സഹാബാക്കളിൽ നിന്ന് പലരും ഖത്തം തീർന്നാലേ ദ്വാരക്കാൻ വേണ്ടി മറ്റു സഹാബികളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവാറുണ്ടായിരുന്നു. ഖത്തം തീർന്നാൽ എന്റെ ഖത്തം തീർന്നിട്ടുണ്ട് ദ്വാരക്കാൻ വരിയെന്ന് പറഞ്ഞിട്ട് പെരേക്ക് വിളിച്ചുകൊണ്ടുപോയി ദ്വാരപ്പിച്ചിരുന്നു. താബീങ്ങളായ പല പ്രമുഖരും ഖത്തം തീരുമ്പോ സഹാബത്തിൽപ്പെട്ട പലരെയും വീട്ടിൽ കൊണ്ടുപോയി ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. ദ്വാരന്നിട്ട് അടുത്ത ഖത്തം തുടങ്ങിയേക്കണം. ഖുൽ റബ്ബിൻ നാസിന്റെ അവിടെ എത്തിയാല് ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനി ഓതി ദ്വാരന്നിട്ട് ഫാത്തിഹയും അൽ ബഖറയിൽ നിന്ന് 5 ആയത്ത് ഓതിയേക്കണം. എന്നിട്ട് അടുത്ത ഖത്തം. നിൽക്കണില്ല പരിപാടി, തുടർന്നു കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു തല മുതൽ മറ്റേ തലയിൽ അവസാനിക്കുന്ന തരത്തിലുള്ള ഖുർആനോത്ത് വേണം. അത് നമ്മളെ പെരയിൽ നടക്കണം. നമ്മൾ ഓതണം, നമ്മളെ വീട്ടിൽ ഓതണം. ഓതാത്ത വീടുകൾക്ക് ബറക്കത്തുണ്ടാവില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തോരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തോരുന്നു, അല്ലാഹുവേ, എനിക്ക് എൻ്റെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കണ്ണിന് കുളിർമ നൽകണമേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ, ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുരിയാതിന, സന്താനങ്ങളിൽ നിന്നും, ഖുറത അയുനിൻ, കണ്ണിന് കുളിർമ നൽകണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണമേ. ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്താണെന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്.
ഭാര്യയും സന്താനങ്ങളും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതായി കാണലാകുന്നു. നിന്റെ ഭാര്യ ഖുർആൻ ഓതുന്നത് നീ കാണലാണ്, ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ. നിന്റെ മക്കൾ ഖുർആൻ ഓതുന്നത് നീ കാണലാണ്, മക്കളിൽ നിന്നും കണ്ണിന്റെ കുളിർമ. നീ നിസ്കരിക്കുന്നത് നിന്റെ ഭാര്യ കാണലാണ്, ഭർത്താവിൽ നിന്ന് ഭാര്യക്കുള്ള കണ്ണിന്റെ കുളിർമ. ഭാര്യയും സന്താനങ്ങളും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതായി നീ കണ്ണുകൊണ്ട് കാണുക എന്നതാണ്. ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കണ്ണിന്റെ കുളിർമ. അതിനാണ് ഇബ്രാഹിം നബി തുറന്നത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന വീടാക്കണം. എല്ലാ ദിക്റുകളെയും എല്ലാ ഓരോ സമയത്തുള്ള കാര്യങ്ങളെയും മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കണം. അതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ പഠിക്കുള്ളൂ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാലം വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് പറയുമ്പോൾ ഒന്ന് ആലോചിക്കും, പഠിച്ചോനെ ഞാൻ ഇപ്പം എങ്ങോട്ടായി പോണത്. ബിസ്മിക്ക് അങ്ങനെ ഒരു പോരിഷുണ്ട്. ഈ അഹമ്മദീനജാദ് ടെഹ്റാന്റെ മേയറായിരുന്നു മുമ്പ്. അദ്ദേഹം ടെഹ്റാന്റെ മേയറായ സമയത്ത് ആദ്യമായി അദ്ദേഹം ചെയ്തത് ടെഹ്റാൻ പട്ടണത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് കടകൾ മുഴുവനായും അടപ്പിക്കുകയാണ് ചെയ്തത്. മുഴുവൻ അടപ്പിച്ചു. അദ്ദേഹം അതിന് കാരണം പറഞ്ഞത്, കുടുംബജീവിതം തകർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫാസ്റ്റ് ഫുഡ് കടകളാണ് എന്നാണ്. വീട്ടിലിരുന്ന് ഭാര്യ ഉള്ളിങ്ങനെ മുറിക്കുമ്പോൾ ഭർത്താവിനെ മനസ്സിലിങ്ങനെ കാണും. പുതിയാപ്പിള വരും, അപ്പത്തിന് ദാവണല്ലോ. അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കുടുംബ ബന്ധം അങ്ങാടിന്ന് വാങ്ങിക്കൊടുന്ന് കഴിച്ചാൽ കിട്ടൂല. ഒരു സത്യം ഞാൻ പറയാണ്, നിങ്ങൾ എന്നെ ഇവിടുന്ന് പോകാനയച്ചില്ലെങ്കിലും വേണ്ടില്ല. എന്താ സത്യം? സ്ത്രീകൾക്ക് വരുമാനമുള്ള വീട് നന്നാവാൻ പ്രയാസമാണ്. ഒരു വർഷങ്ങളിൻ്റെ ഇവിടുന്ന് പോകാനയക്കൂല, എന്നാലും വേണ്ടില്ല, ഇതൊരു സത്യമാണ്. പെണ്ണുങ്ങൾക്ക് വരുമാനമുള്ള വീട് നന്നാവാൻ പ്രയാസാണ്. എന്തേ കാരണം? الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. കുടുംബത്തിൽ പണം ചെലവഴിക്കുന്നത് പുതിയാപ്പിളയായിരിക്കണം. വരുമാനം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് വീട്ടിലെ ചെലവ് ഭർത്താവിൻ്റെതായിരിക്കണം, അത് ഭാര്യ ഉണ്ടാക്കണം. മത്തി കിട്ടിയാലും മുളക് കറി വെക്കാൻ വയ്യാതെ ജില്ലാ കളക്ടറായിട്ട് ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പഠിപ്പിക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല, പഠിപ്പിക്കണം, നല്ലോണം പഠിപ്പിക്കണം, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഭാര്യക്കും മക്കൾക്കും, കുട്ടികളൊന്നും ഭക്ഷണം കഴിക്കണില്ല. എന്തേ കാരണം? ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുട്ടിയെ മനസ്സിൽ കാണുന്നില്ല. ഭക്ഷണത്തിനൊരു ടേസ്റ്റ് കിട്ടണമെങ്കിലേ ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇതാർക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലുണ്ടാവണം. ഇപ്പോഴേ കിട്ടുള്ളൂ. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്നുണ്ട് വേറെ സാധനം ചേർക്കണമെന്നല്ല, ടേസ്റ്റ് എന്നുണ്ട് ഒരു സാധനം ചേർക്കൊന്നുമല്ല. ചേർക്കുന്ന സാധനമുണ്ട്, അത് ഭക്ഷണത്തെ ടേസ്റ്റ് കൂട്ടണമല്ല, അത് നാവിലുള്ള രസകുമിളങ്ങളെ ഇളക്കി പുറപ്പെടുവിക്കുന്ന സാധനമാണ് അജിനാമോട്ടോ. അജിനാമോട്ടോ ചേർത്തതുകൊണ്ട് ഭക്ഷണത്തിന് രുചി കൂട്ടൂല, പിന്നെന്താ, നാവ് ശരിയാക്കുകയാണ് ചെയ്യുന്നത്. അത് ക്യാൻസറിന് കാരണമാവും ചെയ്യും, മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകും. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരെയാണ് മനസ്സിൽ കാണുന്നത് എന്നാണ്. പള്ളിക്കത്തെ ഉസ്താദിന് ചെലവുള്ള അന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉസ്താദിനെ മനസ്സിൽ കാണും. അന്നത്തെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. ഉസ്താദിന് ഇനി അങ്ങനെ തന്നെ കൊടുക്കണ്ട കേട്ടോ, ഞാൻ കരുതിയിട്ട് മാറ്റൊന്നും വേണ്ട. ഉസ്താദിന് അങ്ങനെ തന്നെ കൊടുത്തോളി. ഞാൻ നിങ്ങളെ ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞതാണ്, ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു. മറ്റത് അങ്ങനല്ല. മറ്റെന്താ, പണ്ടാറടക്കാൻ ഇപ്പോൾ വരും, അപ്പോൾ അതിന് എന്തെങ്കിലും ഒന്ന് ആക്കി തീർക്കണ്ടേ എന്നാണ്. അതെന്തെങ്കിലും ഒന്ന് ആക്കി തീർക്കുമല്ല, എന്താ എന്തെങ്കിലും ഒന്ന് ആയിത്തീരും, അത്രേ ഉള്ളൂ. തിന്നാൻ പറ്റിയ സാധനം ആവില്ല. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരെ മനസ്സിൽ കാണുന്നു അത് പ്രധാനമാണ്. ഞാനത് പറഞ്ഞ എന്തിനാ വെച്ചാൽ, തീയിങ്ങനെ കത്തിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചെല്ലുമ്പോൾ നമുക്ക് ചില ബോധങ്ങൾ വരാനുണ്ട്. ഔദും ബിസ്മിക്കാണ് ചെല്ലുമ്പോൾ. അതുകൊണ്ട് ഓരോ ദിക്റുകളും അതാത് സമയത്തുള്ള ദിക്റുകൾ ശീലമാക്കണം.
പലതും അറിയാതെ ഇങ്ങനെ വന്നു പോകണം, അല്ലെങ്കിൽ നമ്മൾ മറക്കും. അപ്പൊ ശീലമാകുന്നത് വരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുകയും കുടുംബത്തിൻ്റെയും നമ്മുടെയും ശീലമാക്കി അത് മാറ്റുകയും വേണം. അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളായി മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ നല്ല മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റിത്തരട്ടെ. ഇരുലോക വിജയികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ചേർക്കട്ടെ. അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ റഹ്മാനെ, ഞങ്ങളുടെ ദോഷങ്ങൾ കാരണമായി ഞങ്ങൾ ആരെയും നീ ശിക്ഷിക്കല്ല റഹ്മാനെ. ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, കടക്കാരായി മരിപ്പിക്കല്ല റബ്ബേ. കടങ്ങളെ വീട്ടി സലാമത്തിലാക്കണേ തമ്പുരാനെ. മാലിലും മൗലാദിലും അസ്വാജിലും ബുയൂത്തിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കല്ലാ. ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ തമ്പുരാനെ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നാളെ ശഫാഅത്ത് ചെയ്യുന്ന സജ്ജനങ്ങളിൽ ചേർക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ റഹ്മാനെ. കിലോമീറ്ററുകളോളം ദൂരത്ത് വന്ന് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു ഞങ്ങളല്ലാ. കെട്ടിപ്പൊതിഞ്ഞ മയ്യത്ത് നാട്ടിലേക്ക് അയക്കല്ല തമ്പുരാനെ. നീ ഞങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തണേ റഹ്മാനെ. യാത്രയിലും നാട്ടിലും ജീവിതത്തിലും നീ ഞങ്ങൾക്ക് തുണയാവണം തമ്പുരാനെ. അള്ളാഹുവേ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അമലാക്കി ഞങ്ങളിൽ നിന്ന് ഇതിനെ കബൂലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണം തമ്പുരാനെ. ഞങ്ങളുടെ ജോലികളിലും വരുമാനങ്ങളിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകല്ലാ. ഇത്തരത്തിലുള്ള ദീനീ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തക്കമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ മുറാദുകളെയും നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഈ ഒരുമിച്ച് കൂടിയത് നിന്റെ ഇഷ്ടത്തിലാക്കണേ തമ്പുരാനെ, നിന്റെ ത്വാഅത്തിലാക്കണേ റഹ്മാനെ. ഒരുപാട് തവണ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകല്ലാ. ഞങ്ങളുടെ ആയുസ്സിലും ഞങ്ങളുടെ അമലുകളിലും ഞങ്ങളുടെ ഇൽമുകളിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം തമ്പുരാനെ. അർഹമുർറാഹിമായ റബ്ബേ, സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല റഹ്മാനെ. കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാത്ത് സലാമത്തിലാക്കണേ തമ്പുരാനെ. അധ്വാനിച്ച പണം മുഴുവൻ ചെലവഴിച്ചാലും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന രോഗങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ആണും പെണ്ണുമായ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കല്ലാ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സുഹൃത്ത് മൻസൂർ തയ്യിൽ 2 ദിവസം മുമ്പ് മരണപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവേ, അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് നൽകല്ലാ. അവരുടെ പരലോക ജീവിതം നീ റാഹത്തിലാക്കല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിനെ സ്വർഗത്തൂപ്പാക്കണേ റഹ്മാനെ. പ്രകാശം കൊണ്ട് നിറക്കണേ റഹ്മാനെ. ഞങ്ങളുടെയും ഖബറിനെ നീ പ്രകാശമാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കണേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ചേർക്കണേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റഹ്മാനെ. എല്ലാവരും കണ്ടു നിൽക്കെ കട്ടിലിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.